وعليكم السلام ورحمة الله. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنفي هذا الكتاب ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, യുഎഇയിൽ നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ നല്ലൊരു നസീഹത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദന്മാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ ഒരുപാട് കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബഹുമാന്യരായ ഉസ്താദന്മാർക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ച് സമയം നമുക്ക് ഓതി അല്പസമയം എന്തെങ്കിലും സംശയ നിവാരണവും നടത്തി പെട്ടെന്ന് നിർത്തും. ചിലപ്പോൾ നാളെയും മറ്റന്നാളും ക്ലാസ് നമ്മുടെ ദർസ് ഉണ്ടായില്ലെന്ന് വരും. മദീന ഷരീഫിലും മറ്റുമൊക്കെ ഒന്ന് പോകേണ്ടതുണ്ട്. മക്കം പിന്നെ ഇവിടെ അടുത്തായതുകൊണ്ട് രാവിലെ ഒന്ന് പോയി വന്നു. അൽഹംദുലില്ലാഹ്, രാവിലെ ആവുമ്പോ പൊതുവെ തിരക്കും കുറയും മക്ക ഷരീഫിൽ. അപ്പൊ അവിടെ പോയി വന്നു. ഇനി നാളെ കാലത്തെ ചിലപ്പം മദീന ഷരീഫിലേക്ക് പുറപ്പെടണം എന്ന ആഗ്രഹമുണ്ട്. അപ്പൊ 2 ദിവസത്തെ ക്ലാസ് നടക്കാൻ സാധ്യത കുറവാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതിന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും നല്ലവരോടൊപ്പം ഒരുമിച്ച് കൂടാനും ആഖിബത്ത് നന്നായി ആഖിറം വിജയിക്കാനും നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഫസ്ലുർ റാബിഉ ഫീ ബയാനി അന്ന ശഹ്റ റമളാൻ യകൂനു നാഖിസൻ താറത്തൻ വതാമൻ ഉഖ്റാ. റമളാൻ ഷരീഫ് ചിലപ്പോൾ 29 ആവും, ചിലപ്പോൾ 30 ആവും. എന്താ അങ്ങനെ പറയുന്നത്? അതായത് പ്രസിദ്ധമായ ഒരു ഹദീസിൽ ഒരു പരാമർശമുണ്ട്. ഹദീസ് വരും, ഷഹ്റ ഈദിൻ ലാ യൻഖുസാൻ എന്ന്. ദുൽഹജ്ജ് മാസവും റമളാൻ മാസവും കുറയൂല എന്ന് പറഞ്ഞാൽ 29 ആവില്ല, എപ്പോഴും 30 ഉണ്ടാവും എന്നർത്ഥത്തിനല്ല. 30 ആയാലും 29 ആയാലും അതിന്റെ പ്രതിഫലത്തിൽ കുറവില്ല എന്ന അർത്ഥത്തിനാണ് എന്ന് സൂചിപ്പിക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഏതാനും ഹദീസുകളും അതിനെപ്പറ്റിയുള്ള ചെറിയ ചർച്ചയുമാണ്. അത് സ്വഹഫി റിവായാത്തി സാബിഖത്തി, മുമ്പ് കടന്നുപോയ ഒരുപാട് റിപ്പോർട്ടുകളിൽ സഹിയായ ഹദീസ് വന്നു. അന്നന്നാസ് യസൂമൂന ലിറുയതിഹി വയഫ്തിറൂന ലിറുയതിഹി, നിലാവ് കാണുമ്പോൾ മാസം ഉറപ്പിച്ച് അതനുസരിച്ച് നോമ്പ് തുടങ്ങണമെന്നും ശവ്വാലിന്റെ നിലാവ് കാണുന്നത് കൊണ്ടിട്ട് നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാൾ ആഘോഷിക്കണമെന്നും നേരത്തെ പറഞ്ഞുപോയി. വാന്ന ഷഹ്റ യകൂനു 29 വയകൂനു 30, ചില മാസം 30 മറ്റു ചില മാസം 29 വരും എന്നും ഹദീസുകളിൽ വന്നു. ഇത് മൊത്തം എല്ലാ മാസത്തിനും ബാധകമാണ്. വാന്ന ദാലിക ജാരിൻ ഫീ റമളാന വഗൈരിഹി, 29 ചിലപ്പോൾ വരിക, മറ്റ് ചിലപ്പോൾ 30 വരിക എന്ന് പറയുന്ന അവസ്ഥ റമളാൻ ഉൾപ്പെടെ എല്ലാ മാസത്തിനും ബാധകമാണ്. ബിദലീലി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖബരി സാബിഖ്, നേരത്തെ പറഞ്ഞ ഹദീസിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ തിരുവചനമാണ് അതിന് തെളിവ്. ബഅദ അൻ അഖ്ബറ അന്ന അശ്ശഹ്റ 29, ചില മാസം 29 വരും,
എന്ന് പറഞ്ഞതിന് ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി. ചില മാസം 30 മറ്റ് ചില മാസം 29 വരുന്നതുകൊണ്ട് കാണുമ്പോൾ നോമ്പ് തുടങ്ങുകയും കാണുമ്പോൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യണം എന്ന് നേരത്തെ കഴിഞ്ഞുപോയി. അതുപോലെ തന്നെ ഇമാം നസായിയുടെ ഹദീസ് അതും നേരത്തെ പറഞ്ഞു വരാ, സുമ്മ സൂമൂ റമദാന 30, റമദാൻ 30 ദിവസം നോമ്പെടുക്കണം. ഇല്ല അന്തറൗലിലാല ഖബല ദാലിക, 30 തികയുന്നതിന് മുമ്പ് നിലാവ് കണ്ടാൽ ഒഴിച്ച്. നിലാവ് കണ്ടാൽ 29 നോറ്റാൽ മതി, ഇല്ലെങ്കിൽ 30 നോൽക്കണം എന്ന്. എന്നാൽ ഇമാം ഇബ്നു നജ്ജാർ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട്, ഷഹ്റാ ഈദിൻ ലാ യൻഖുസാൻ, പെരുന്നാളിന്റെ 2 മാസങ്ങൾ അത് കുറയില്ല. ഫീ കുല്ലി വാഹിദിൻ മാഇദുൻ, ഈ ഓരോ മാസത്തിലും പെരുന്നാൾ വരുന്നുണ്ട്. ഏതാണത്? ഒന്ന് റമളാനും, റമളാനോടനുബന്ധിച്ച് ചെറിയ പെരുന്നാള്, വദുൽഹിജ്ജത്തു, ദുൽഹജ്ജുമായി ബന്ധപ്പെട്ടിട്ട് വലിയ പെരുന്നാൾ. ഈ 2 പെരുന്നാൾ വരുന്ന മാസങ്ങളാവുന്ന റമളാനും ദുൽഹജ്ജയും ചുരുങ്ങുകയില്ല, കുറയില്ല എന്നൊരു ഹദീസുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒമാന കൗനിൽ ഈദി ഫി റമളാൻ. അപ്പൊ ഒരു സംശയം, റമളാനിലല്ലല്ലോ പെരുന്നാൾ, ശവ്വാലല്ലേ? അതിന്റെ അർത്ഥം മുത്തസിലും ബിഹി, റമളാനോട് ചേർന്ന് വരുന്നു. കാരണം എന്താ? ഇത് ഖുറൂജ് റമളാന, റമളാൻ പുറപ്പെടൽ കൊണ്ട് യാഖബുഹു ലൈലത്തുൽ ഈദ്, തൊട്ട് വരുന്നത് പെരുന്നാൾ രാവാണല്ലോ. ഇനി വേണ്ട, പെരുന്നാള് തന്നെ വേണമെങ്കിൽ റമളാനിൽ ഉണ്ടെന്ന് മറ്റൊരർത്ഥത്തിൽ പറയാം. അതെന്താണ്? ഓ മായസുൽ സ്വായിമീന ഫീഹി മിൻ മസീദി സവാബി വൽ ഖബൂൽ. അല്ലാഹുവെങ്കിൽ സാധാരണയിൽ കവിഞ്ഞ് പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് എന്ന നിലക്കോ, അല്ലാഹുവെങ്കിൽ അമലുകൾ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന സമയമാണെന്ന നിലക്കോ പെരുന്നാൾ എന്ന് പറയാം. ഏതുപോലെ? കമാ അന്ന യൗമൽ ജുമുഅത്തി സുമ്യ ഈദൻ, പെരുന്നാളിന്റെ ഹദീസിൽ അങ്ങനെ ഈദ് എന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച പെരുന്നാൾ എന്ന് പറയുന്നത് എന്താണ്? മറ്റ് ദിവസത്തെക്കാൾ വെള്ളിയാഴ്ച ദിവസത്തെ അമലുകൾക്ക് പ്രതിഫലമുണ്ടെന്നും അന്നത്തെ പ്രാർത്ഥന കൂടുതൽ സ്വീകരിക്കപ്പെടും എന്ന നിലക്ക് അതൊരു ഈദാണ്. എന്നതുപോലെ റമളാനിൽ മറ്റെന്നത്തേക്കാളും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന കാലമാണ് എന്നും അല്ലാഹുവിങ്കിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന സന്ദർഭമാണ് എന്നതുകൊണ്ടും റമളാനിൽ തന്നെ പെരുന്നാളുണ്ട് എന്ന് വേണമെങ്കിൽ അങ്ങനെ അർത്ഥം പറയാം. ഇങ്ങനെയും അർത്ഥം വരാൻ സാധ്യതയുണ്ട്. സംഗതി വൈലം റഹു, മുൻഗാമികളായ അയിമ്മത്ത് അങ്ങനെ ഒരു അർത്ഥം ഹദീസിന് വെച്ചത് ഞാൻ നേരിൽ കണ്ടിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു അർത്ഥവും വരാൻ സാധ്യതയുണ്ട്. ഒമറഫി അവാഇൽ ഫവായിൽ റമളാൻ, റമളാനിന്റെ മഹത്വങ്ങൾ പറഞ്ഞ തുടക്കത്തിൽ വന്നു ഇമാം അഹ്മദ് റഹ്മഹുല്ലാഹി റിവായത്ത് ചെയ്ത ഹദീസ്, ഷഹ്റാനിൽ യൻഖുസാൻ ഷഹ്റാ ഈദിൻ റമളാൻ വ ദുൽഹിജ്ജ. 2 മഹത്തായ മാസങ്ങൾ, പെരുന്നാളിനോട് ബന്ധപ്പെട്ട് വരുന്ന 2 മാസങ്ങളാവുന്ന റമളാനും ദുൽഹജ്ജയും ചുരുങ്ങി വരില്ല എന്ന് പറഞ്ഞാൽ അന്നമാനാഹു അന്ന സവാബഹുമാ അൽ മുറത്തബു അലൈഹിമാ, ഈ 2 മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു തരുന്ന വാഗ്ദാനം ചെയ്ത പ്രതിഫലങ്ങൾ, റമളാനിൽ നൽകപ്പെടുന്ന പ്രതിഫലം ദുൽഹജ്ജയിൽ ലഭിക്കുന്ന പ്രതിഫലം അത് കുറയില്ല, ദിവസം കുറഞ്ഞാലും. നഖസാവും തമ്മ 29 മാസം വന്നാലും 30 പൂർത്തിയായി വന്നാലും 2 ആയാലും പ്രതിഫലത്തിൽ കുറവ് വരൂല. വാശർത്ത് സമയ ഇഷ്കാലി ഫീഹി ഫൽഇഷ്കാൽ ഹുവ അന്നൽ ഫളൽ الذي ജാഅ ലിൽഹിജ്ജ, ദുൽഹജ്ജിന് പ്രത്യേകം പുണ്യം എന്ന് പറഞ്ഞ ഹദീസുകളൊക്കെ ഇന്നമാവലി അശ്രിൽ ആദ്യത്തെ 10 വരുന്നത്. ഓലാത്തലിഫ് വിജിയാദത്ത് ഷഹരി വലാൻഖുസു, ആദ്യത്തെ 10 എന്ന് പറഞ്ഞ മാസം 30 ഉണ്ടെങ്കിലും മാസം 29 ആണെങ്കിലും 2 ആയാലും ആദ്യത്തെ 10 തന്നെ എന്നുള്ളൊരു കുറവ് വരുന്നില്ലല്ലോ. ഇങ്ങനൊരു സംശയം വരാം അവിടെ. ആ സംശയത്തിന് ഇങ്ങനെ മറുപടിയും പറയാം. ബിമാ തവമ്മനതു ഖബറു തബറാനിയോ അൻ അബീ ബക്കർ, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം തബറാനി റിവായത്ത് ചെയ്ത ഹദീസിൽ പറയുന്ന ആ ആശയം വെച്ചിട്ട് ഇതിന് ഹദീസിന് മറുപടി പറയാം. എന്താണ്? കുല്ലു ഷഹ്രിൻ ഹറാമിൻ, മുഹറമായ 4 മാസങ്ങളിൽപ്പെട്ട എല്ലാ മാസവും ലാ യൻഖുസു, അത് കുറയില്ല എന്ന് പറഞ്ഞാൽ 30 യൗമ വ 30 ലൈല,
30 രാവും 30 പകലും ഉണ്ടായാൽ എത്ര പ്രതിഫലമാണോ ലഭിക്കുക ആ പ്രതിഫലത്തിന് യാതൊരു കുറവും വരില്ല. ചിലപ്പോൾ ബാഹ്യമായി 29 ആവാം, ചിലപ്പോൾ ബാഹ്യമായി 30 ആവാം. രണ്ടായാലും 30 രാവും 30 പകലും ലഭിച്ച അതേ പ്രതിഫലം കിട്ടും. അതായത് അന്ന സവാബൽ മുത്തറത്തബ അലാ ദിൽഹിജ്ജ മിൻ ഹൈസു കൗനുഹു മിനൽ ഹറം, മുഹറമായ മാസങ്ങളിൽപ്പെട്ട മാസമാണ് എന്നടിസ്ഥാനത്തിൽ ദുൽഹജ്ജിനുണ്ടാവുന്ന പ്രതിഫലം ലായംകുസു, അത് 29 ആയാലും കുറയില്ല, 30 ആയാലും കിട്ടുന്നത് തന്നെ 29 ആയാലും കിട്ടും എന്നർത്ഥം. സവാവുൽ അതമ്മാം നഖസാദന് 29 30 രണ്ടായാലും മുഹറമായ മാസങ്ങളിൽപ്പെട്ട മാസം എന്ന നിലക്കുള്ള മഹത്വം കുറവ് വരില്ല. അതിപ്പോ റമളാന് ദുൽഹജ്ജ് എന്ന് മാത്രം പ്രത്യേകമല്ല, ബൽ റമളാനു വൽ അശ്ഹുറുൽ ഹുറൂമുൽ അർബഅതു കുല്ലുഹാ കദാലിക ലാ തൻഖുസ്. ഒരു കൊല്ലത്തിൽ റമളാനും പിന്നെ മുഹറമായ 4 മാസങ്ങളുമാണ് ഏറ്റവും പുണ്യമുള്ള കാലങ്ങൾ. ഈ പുണ്യങ്ങൾ അതാത് മാസത്തിന് പറഞ്ഞ റമളാനിന് പറഞ്ഞ പുണ്യവും മുഹറമായ 4 മാസങ്ങൾക്ക് പറഞ്ഞ മഹത്വവും അത് ദിവസത്തിൽ എണ്ണം കുറഞ്ഞാലും പ്രതിഫലത്തിൽ എണ്ണം കുറയില്ല എന്ന്. പ്രത്യക്ഷത്തിൽ 30 ദിവസവും 30 പകലും 30 രാവും എന്ന് പറഞ്ഞ ഹദീസിന്റെ വാചകം 29 ആയാലും പ്രതിഫലം കുറയില്ല എന്ന് പറഞ്ഞതിനോട് വൈരുദ്ധ്യം തോന്നുന്നില്ലേ? ബാഹ്യമായി അങ്ങനെ തോന്നാം. പക്ഷേ ഇല്ലാ യുഖാല ദാലിക മുബാറകത്തു ഫീ നഖ്സി അൻഹുമാ ബിൽ മാനൽ മദ്കൂർ. അഥവാ എണ്ണത്തിൽ 29 ആണെങ്കിൽ പോലും 30 ഉള്ള അതേ പ്രതിഫലം ലഭിക്കും എന്നേ ആ പറഞ്ഞ വാക്കിനർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ഇസ്തിഹാലത്തി ഹഖീഖത്തി ദാലിക ബിന്നിസ്ബത്തി ഇലാ മുശാഹദത്തിൽ ഖാരിജി അൽ മുഫീദ് ലിൽ ഇൽമിൽ ഖത്ഇ ബിഅന്നൽ ഹുറുമ തൻഖുസു വതക്മുലു ഖവൈരിഹാ. അഥവാ 29 ആയാലും 30 ആയാലും 30ന് ലഭിക്കുന്ന പുണ്യം ലഭിക്കും എന്നേ പറഞ്ഞതിനൊക്കെ അർത്ഥമുള്ളൂ. അല്ലാതെ 30 ദിവസമെല്ലാം ഈ മുഹറമായ 4 മാസങ്ങളും ഉണ്ടാവുമെന്നോ റമദാൻ എല്ലാ കൊല്ലവും 30 ഉണ്ടാവുമെന്നോ ഒരിക്കലും അപ്പറഞ്ഞ വാക്കിന് അർത്ഥം വരുന്നില്ല. ബാഹ്യമായി ദിവസത്തിൽ എണ്ണം കുറയൂല എന്നല്ല അർത്ഥം. എന്തുകൊണ്ട്? ഈ ബാഹ്യമായി തന്നെ കുറഞ്ഞതായി കണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, സ്വഹാൻ ഇബ്നു മസ്ഊദ് അബീ ഹുറൈറ ആയിഷ റളിയല്ലാഹു തആല അൻഹു, മഹാന്മാരായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മദിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ, അവരൊക്കെ റിവായത്ത് ചെയ്യുന്ന സഹിഹ് ഹദീസിലുണ്ട് സുന്നാ മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 29. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ഞങ്ങൾ നോമ്പ് നോറ്റത് 29 ദിവസം നോമ്പ് നോറ്റതാണ്. അക്സറ മാസം നാമാഹു 30. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 30 ദിവസം നോമ്പിനേക്കാളും കൂടുതൽ 29 എന്നാ ആകെ 9 കൊല്ലത്തെ റമദാനാണല്ലോ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്. അതായത് ഹിജ്റ 1-ാം വർഷത്തിൽ നോമ്പ് ഫർളായിട്ടില്ല, 2-ാം വർഷത്തിൽ നോമ്പ് ഫർളായി, അവിടുന്ന് 10-ാം വർഷം വരെയാണല്ലോ. അങ്ങനെ 9 കൊല്ലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ ഫർളായതിന്റെ ശേഷം ജീവിച്ചത്. ആ 9 കൊല്ലത്തിൽ കൂടുതലും 29 ദിവസമേ കിട്ടിയിട്ടുള്ളൂ, 30 ദിവസം കിട്ടിയ കുറവാണ്. ഇനി എത്ര കിട്ടിയെന്നും കൂടി അടുത്ത് ഹദീസിൽ പറയുന്നുണ്ട്. ഹദീസിന്റെ ഹാഫിളീങ്ങളായ ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സോമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 റമദാനാത്തിൻ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് നോമ്പ് ഫർളാക്കിയതിനു ശേഷം 9 കൊല്ലത്തെ റമദാൻ നോമ്പ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഷ്ഠിച്ചു. 9 വർഷത്തെ നോമ്പാണ് തിരുനബി തങ്ങൾ റമദാനിൽ അനുഷ്ഠിച്ചത്. എന്നാൽ മിൻഹ, ഈ 9 വർഷത്തിൽ നിന്നും കേവലം റമളാനാനി ഫഖത്ത് 30 വീതം തികഞ്ഞ കേവലം 2 വർഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 9 കൊല്ലത്തിൽ വെറും 2 കൊല്ലം മാത്രമേ 30 തികഞ്ഞിട്ടുള്ളൂ. ബാക്കി 7 വർഷവും 29 വീതമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ജീവിതകാലത്ത് നോമ്പുണ്ടായി. അത് തന്നെ നേരത്തെ പറഞ്ഞ ഹദീസിൽ 30 നോറ്റതിനേക്കാൾ കൂടുതൽ കൊല്ലവും ഞങ്ങൾ 29 നോറ്റത് എന്ന് പറഞ്ഞത്. കൃത്യമായി 2 കൊല്ലമേ 30 കിട്ടിയിട്ടുള്ളൂ, ബാക്കി 7 കൊല്ലവും 29 ഉള്ളൂ. അതുകൊണ്ട് 30 നോറ്റ കൊല്ലത്തിന് കിട്ടിയ അതേ കൂലി തന്നെ 29 കിട്ടും എന്നാണ് പറഞ്ഞതിനർത്ഥം. അപ്പൊ പിന്നെ പെരുന്നാളിന്റെ 2 മാസം ചുരുങ്ങൂലാന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു പക്ഷേ 30 കിട്ടിയാലും 29 ആയാലും കൂലി കുറയില്ല എന്നോ, അതല്ലെങ്കിൽ ഇനി മറ്റൊരർത്ഥമുണ്ട്. സുമ്മഖീല അൽ മുറാദു, ഈ ഹദീസിന്റെ ആശയം ലാ യൻഖുസാനി മാൻ ഗാലിബൻ മിൻ സനത്തിൻ വാഹിദ, ഒരു കൊല്ലം റമളാൻ 29 ആണെങ്കിൽ ദുൽഹജ്ജ് 30 ഉണ്ടാവും. റമളാൻ 30 ആയാൽ ചിലപ്പോൾ ദുൽഹജ്ജ് 29 ആയി എന്ന് വരും. രണ്ടും കൂടി 29 ആയി വരില്ല അധികവും. രണ്ടാലൊന്ന് കുറഞ്ഞാൽ മറ്റേത് പൂർത്തിയാവും എന്നൊരർത്ഥം അതിനുണ്ട്. തീരമിൻസനത്തിമായി അത് എന്നിട്ട് തങ്ങൾ ഉദ്ദേശിച്ച ഒരു പ്രത്യേകമല്ല, അക്കൊല്ലം കുറയില്ല എന്ന് പറഞ്ഞാൽ രണ്ടും പൂർത്തിയാവും ഉണ്ടാവുന്ന അർത്ഥത്തിന് പറഞ്ഞതായിരിക്കാം എന്ന്. പിന്നെ എണ്ണം കുറഞ്ഞാലും കൂലിയിൽ കുറയില്ല. അതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറയുന്ന അർത്ഥം. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ശരിവെച്ചത് ഫീ മജ്മൂഇഹി തന്റെ സറഹുൽ മുഹദ്ദബിൽ ഹാദൽ അഖീർ, അഥവാ പ്രതിഫലത്തിൽ കുറവിൽ വരില്ല, എണ്ണം പൂർത്തിയായാലും എണ്ണം ചുരുങ്ങിയാലും പ്രതിഫലം തികച്ചും കിട്ടും എന്ന അർത്ഥമാണ് ആ ഹദീസിന് ശരിയായ അർത്ഥം എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്. വഖാല, നബി ഇമാം തങ്ങൾ പറയാം, കുല്ലു ഫളീലത്തിൻ സബത്തത്ത് ലി റമളാന, റമളാനിന് സ്ഥിരപ്പെട്ട എല്ലാ മഹത്വങ്ങളും ഫയ്യലഹു, ആ റമളാൻ മാസത്തിന് ലഭിക്കും, സവാഉൻ അം നഖസ അം തമ്മ, എണ്ണത്തിൽ ഒരു ദിവസം കുറഞ്ഞാലും 30 ദിവസം പൂർത്തിയായി ഉണ്ടായാലും റമളാനിന് വാഗ്ദാനം ചെയ്യപ്പെട്ട മഹത്വങ്ങള്, അതിന്റെ പ്രതിഫലങ്ങള്, അതിൽ കുറവൊന്നും വരില്ല എന്ന്. സുമകാല നബി മുഹമ്മദ് പിന്നീട് പറയുന്നു, വൽ ഖൗലു ബി അന്ന സവാബ അശ്റ ദിൽഹിജ്ജ, അത് മറ്റൊരു വിഷയം. ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസത്തിൽ ലഭിക്കുന്ന പ്രതിഫലം ലാ യൻഖുസു അൻ സവാബി റമളാന, റമളാൻ മാസത്തിന് മൊത്തം ലഭിക്കുന്ന പ്രതിഫലത്തിൽ കുറവ് വരില്ല എന്നൊരു അഭിപ്രായം ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് വഈഫുൻ, ബലഹീനമായ അഭിപ്രായമാണ്. അഥവാ റമളാൻ 30 ദിവസം ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള അമലുകൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞ അഭിപ്രായം ബലഹീനമാണെന്ന് മാത്രമല്ല ബൽ ബാത്തിലുൻ, അത് അബദ്ധമാണ്, ശരിയല്ല. റമളാൻ 30 ദിവസം ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് ലഭിക്കുന്നതിന് തുല്യമായ പ്രതിഫലം കേവലം ദുൽഹജ്ജ് 10 ദിവസം കൊണ്ട് ലഭിക്കും എന്ന് പറഞ്ഞാൽ അത് തെളിവുകളുടെ പിൻബലമില്ലാത്തതും അബദ്ധവുമാണ്. ഈ ഇമാം നബവി റഹ്മത്തുള്ളാഹി തങ്ങൾ മജ്മുഅയിൽ പറഞ്ഞ വിഷയമാണ് പറഞ്ഞത്. ഇനി വെച്ച് ഫായിദത്തും ഇബ്നു അബ്ദുൽ ബർ, മഹാനായ ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നു, വതബിഅഹു നബവി വഗൈറുഹു, ഇബ്നു അബ്ദുൽ ബർ തങ്ങൾ ഈ അഭിപ്രായത്തോട് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും മറ്റ് ചില ഇമാമിയങ്ങളും പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. എന്താണത്? അത് മറ്റൊരു വിഷയം. യജൂസു അൻ തതവാല 4 അശ്ഹുരിൻ നവാഖിസ, തുടർച്ചയായി 4 മാസം വരെ 29 വരാം. അവർ പൊതുവെ ഇൽമാണ്. അറബി മാസങ്ങൾ തുടരെയായി 4 മാസം വരെ 29 വരാം. ലാ ഹംസ, 5 വരൂല. 5 മാസം തുടർച്ചയായിട്ട് 29 വരൂല. ചിലപ്പോൾ 2 മാസം ഒന്നിച്ച് 29 ആവാം, ചിലപ്പോൾ 3 മാസം ഒന്നിച്ച് 29 ആവാം, ചുരുക്കം ചിലപ്പോൾ 4 മാസം ഒന്നിച്ചും എന്ത് വരാം, 29 വരാം. 5 മാസം തുടർച്ചയായിട്ട് 29 വരൂല. 4 മാസം വരെ 29 തന്നെ വരാം എന്നർത്ഥം. ഇതിന് ഖുർആനും ഹദീസൊന്നും തെളിവില്ല. വകഅന്ന മുഅ്തമദഹും, ഇമാം ഇബ്നു അബ്ദുൽ ബർ തങ്ങൾ പറഞ്ഞതും ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും മറ്റു ചില ഇമാമിയങ്ങളും ശരിവെച്ചുകൊണ്ട് പിന്തുടർന്നതുമായ തുടർച്ചയായി 4 മാസം വരെ 29 വരാം, 5 മാസം തുടർച്ചയായിട്ട് 29 വരാറില്ല എന്ന് പറഞ്ഞതിന്റെ
അവരുടെ ഈ പറഞ്ഞതിനുള്ള മാനദണ്ഡം അൽ ഇസ്തിഖ്റാ, അങ്ങനെ അനുഭവത്തിൽ കണ്ടതാണ്. അനുഭവം പറയാണ് 4 മാസം വരെ 29 ഒന്ന് കണ്ടിട്ടുണ്ട്. അല്ലാതെ ഖുർആനിലോ ഹദീസിലോ അങ്ങനെ 4 മാസേ വരുള്ളൂ, 4 മാസത്തിനേക്കാളോ കൂടുതൽ വരൂലെന്നോ അല്ലെങ്കിൽ 4 മാസം വരും എന്നോ ഹദീസ് സ്ഥിരപ്പെട്ടതല്ല. അങ്ങനെ പ്രത്യക്ഷത്തിൽ തുടർച്ചയായി 4 മാസം വരെ 29 കണ്ടുവന്നിട്ടുണ്ട്. ഇനി അൽഫസുൽ ഖാമിസു ഫീ ബയാനി സുബൂത്ത് റമളാൻ ബി ഖബറിൽ അദ്ലിൽ വാഹിദി, നീതിമാനായ സ്വീകാര്യനായ ഒരാള് സാക്ഷി നിന്നാലും റമളാൻ മാസം സ്ഥിരപ്പെടും. ബാക്കി മാസങ്ങൾക്കൊക്കെ 2 സാക്ഷി വേണം. എന്നാൽ റമളാനിലെ നോമ്പ് സ്ഥിരപ്പെടാൻ 1 സാക്ഷി ഉണ്ടായാലും മതി. അതിന്റെ തെളിവായ ഹദീസുകൾ. ഖാല ജാബിർ റളിയല്ലാഹു തആല അൻഹു ജാഅ അറാബിയുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യാണ്. ഒരു അറാബിയായിരിക്കുന്ന സ്വഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ വന്നിട്ട് വഖാല, അദ്ദേഹം പറയുകയാണ്, ഇന്നി റഅയ്തുൽ ഹിലാല, ഞാൻ നിലാവ് കണ്ടു പറഞ്ഞു. ഈ ഹദീസ് റിവായത്ത് ചെയ്ത റാവികളിൽപ്പെട്ട ഖാലൽ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയാണ് ഹദീസ് യഅനി ഹിലാല റമളാൻ, ഞാൻ നിലാവ് കണ്ടു പറഞ്ഞാൽ അതായത് റമളാന്റെ നിലാവ് കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു, ഈ അറാബിയായ മനുഷ്യൻ. ഫഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം, അതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമയിൽ വിശ്വാസമുണ്ടോ നിനക്ക്? ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നഅം, അതെ. ഖാല, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, അതശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, രണ്ടാം കലിമയാവുന്ന അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമയിൽ നിനക്ക് വിശ്വാസമുണ്ടോ? ഖാല, നഅം, അതെ. അപ്പൊ മുഅ്മിനാണോ, സാക്ഷി സ്വീകരിക്കാൻ പറ്റുന്ന ആളാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാ ചോദിച്ചത്. അതെ എന്ന് പറഞ്ഞപ്പോ ഖാല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കാൻ, യാ ബിലാൽ, ഓ ബിലാൽ എന്നവരെ, അദ്ദിൻ ഫിന്നാസി, ജനങ്ങൾക്ക് നിങ്ങൾ വിളംബരം ചെയ്യുവീൻ, അയ്യസൂമു ഗദാ, നാളെ നോമ്പെടുത്തുകൊള്ളാൻ എന്ന്. അപ്പൊ കണ്ടോ, ഒരു അറാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് ഞാൻ റമളാനിന്റെ നിലാവ് കണ്ടു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ ബോധിപ്പിച്ചപ്പോൾ അത് സ്വീകരിച്ച് നോമ്പെടുത്തുകൊള്ളാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുന്നു. അപ്പൊ റമളാനിലെ നോമ്പിന്റെ സ്ഥിരപ്പെടണമെങ്കിൽ 1 സാക്ഷി ഉണ്ടായാൽ മതി എന്ന് ഈ ഹദീസ് കൊണ്ട് വരുന്നു. ഒഫീ റിവായത്തിൻ ഇക്രിമ, ഇതേ ഹദീസ് തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നു, അന്നഹും ശക്കു, സ്വഹാബത്ത് സംശയാലുക്കളായിരുന്നു ഫീലാലി റമളാന മറത്തൻ, ഒരിക്കൽ നിലാവ് കണ്ടോ ഇല്ലേ എന്നതിൽ സംശയ ഉറപ്പില്ല. ഫറാദു അല്ലാ യഖൂമു വലാ യസൂമു, ഉറപ്പാകാത്തത് കൊണ്ട് തന്നെ നാളെ നോമ്പോൽക്കാതിരിക്കാനും ഇന്ന് രാത്രി തറാവീസ്കരിക്കാതിരിക്കാനും കരുതുക, കാരണം ഉറച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ സംശയിച്ചിരിക്കുമ്പോ അറാബിയുൻ മിനൽ ഹറത്തി, മദീനയുടെ മേലെ പ്രദേശമാവുന്ന ഹറായിൽ നിന്നിട്ടും ഒരു അറാബിയായിരിക്കുന്ന മനുഷ്യൻ വന്നു. യശ്ഹദു അന്നഹു റഅൽ ഹിലാൽ, അദ്ദേഹം റമളാനിന്റെ നിലാവ് കണ്ടു എന്ന് സാക്ഷി പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നു. ഫൗതിയ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരപ്പെട്ടു. ഫഖാല, നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാണ്, അതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്നി റസൂലുള്ളാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയിൽ വിശ്വസിച്ച മുഅ്മിനാണോ നിങ്ങൾ ചോദിച്ചു. ഖാല നഅം, അതേ എന്ന്. വശഹിദ അന്നഹു റഅൽ ഹിലാൽ, എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ ഞാൻ റമളാനിന്റെ നിലാവ് കണ്ടു എന്ന് സാക്ഷി പറയുകയും ചെയ്തു. ഫഅമറ ബിലാലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചു, ഫനാദാ ഫിന്നാസി അൻ യഖൂമു വയസൂമു, ജനങ്ങളോട് ആ ബിലാൽ റളിയല്ലാഹു തആല വിളംബരം ചെയ്തു, നാളെ നോമ്പ് നോൽക്കാനും തറാവീഹ് നിസ്കാരം തുടങ്ങാനും പറഞ്ഞു. റവാഹു അബൂ ദാവൂദ്, ഈ ഹദീസ് ഇമാം അബൂ ദാവൂദ് റിവായത്ത് ചെയ്ത ഹദീസാണ്. എന്നാൽ ഈ റിവായത്തിൽ, ഇക്രിമയിൽ നിന്നിട്ടുള്ള ഈ റിവായത്തിൽ അല്ലാ യഖൂമു എന്ന് കൂടിയുണ്ട്. അതുപോലെ തന്നെ വിളംബരം ചെയ്ത് കൊടുക്കാൻ യഖൂമു അയ്യസൂമു, രാത്രി തറാവീസ്കരിക്കാനും നോമ്പ്. എന്നാൽ ഇത് വലം യദ്കുറുൽ ഖിയാമ ഇല്ല ഹമ്മാദ് ബിൻ സലമ, റാവികളിൽപ്പെട്ട ഹമ്മാദ് ബിൻ സലമന്റെ റിവായത്തിൽ മാത്രമാണ് തറാവീഹിനെ പറ്റി പറയുന്നത്.
എന്ന് പറഞ്ഞാൽ ഹമ്മാദ് ബിൻ സലമ മോശക്കാരനൊന്നുമല്ല. പക്ഷേ ആ റിവായത്തിലേ ഉള്ളൂ, മറ്റു റിവായത്തുകളിലൊന്നും എന്തില്ല. ഖാല അബൂ ദാവൂദ് ഹാദിൽ കലിമത്ത് ലം യഖുൽ ലാ ഇലാഹ ഹമ്മാദ്. ഈ തറാവീഹ് നിസ്കരിക്കുക എന്നതിനെ സംബന്ധിച്ചുള്ള പരാമർശം ഹമ്മാദിന്റെ റിവായത്തിലേ ഉള്ളൂ. لأن قوما يقولون القيام قبل الصيام. പകലല്ലേ നോമ്പ് വെൽക്കുക, അതിന്റെ തലേന്ന് രാത്രി തന്നെ നിസ്കാരം വരുമല്ലോ, അതുകൊണ്ട് ഖിയാമും കൂടി പറഞ്ഞു എന്ന് മാത്രം. وفي رواية الترمذي عن ابن عباس رضي الله تعالى عنهما جاء أعرابي إلى النبي صلى الله عليه وسلم. ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി റഅയ്തുൽ ഹിലാൽ, ഞാൻ നിലാവ് കണ്ടു എന്ന് അദ്ദേഹം ബോധിപ്പിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അതശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഷഹാദത്ത് കലിമയിൽ വിശ്വസിക്കുന്ന മുഅ്മിനാണോ എന്ന് ചോദിച്ചു. ഖാല നഅം, അതെ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, യാ ബിലാൽ അദ്ദിൻ ഫിന്നാസി യസൂമു ഗദാ, നാളെ നോമ്പെടുക്കാൻ ജനങ്ങളോട് വിളംബരം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഖാല തുർമിദി റൂവിയ അൻ ഇക്രിമത മുർസലൻ. ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പേര് പറയാതെ തന്റെ ശിഷ്യനാവുന്ന ഇക്രിമയിൽ നിന്നിട്ട് മുർസലായ റിവായത്തുണ്ട്. ഇക്രിമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്നിട്ട് റിവായത്ത് ചെയ്യുന്ന ഇതാണ് ഇപ്പൊ തുർമിദിന്റെ റിവായത്ത്. എന്നാൽ മറ്റൊരു റിവായത്തിൽ ഇക്രിമ തന്റെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് ഉസ്താദാവുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ പറയാതെയുണ്ട്. അഖ്റജഹു നസായി ബി തുർമിദി, ഇതേ നിലക്ക് തന്നെ. ലാനു ഖാല അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, അതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന്. അതിലൊന്നും ആശയപരമായ വ്യത്യാസമില്ല. ഫനാദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസൂമു, തങ്ങൾ വിളംബരം ചെയ്യുവാനേ വിളംബരം ചെയ്യാൻ ആജ്ഞാപിച്ചു എന്നതിനെ അർത്ഥമുള്ളൂ. അഖ്റജ അബൂ ദാവൂദ് അൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ, രണ്ടാമത്തെ. ഇതുവരെ പറഞ്ഞത് അഅറാബി നിലാവ് കണ്ട കേസാ. ഒരു അഅറാബിന്റെ ഒറ്റ റിവായത്ത് മാത്രമല്ല, രണ്ടാമത് മറ്റൊരു സംഭവം. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, തറാ അന്നാസു അൽ ഹിലാൽ, ആൾക്കാരൊക്കെ റമളാന്റെ നിലാവ് നോക്കി, പക്ഷേ മറ്റാരും കണ്ടില്ല, ഞാൻ കണ്ടു. അങ്ങനെ ഫഅഖ്ബർതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അന്നീ റഅയ്തുഹു, ഞാൻ നിലാവ് കണ്ടു. ഫസാമ, അങ്ങനെ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കുകയും വഅമറന്നാസ ബിസിയാമിഹി, ജനങ്ങളോട് നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. വസഹഹ ഇബ്നു ഹിബ്ബാൻ വൽ ഹാക്കിം, ഇമാം ഇബ്നു ഹിബ്ബാനും ഇമാം ഹാക്കിമും ഹാദൈനിൽ ഹദീസൈൻ, നേരത്തെ പറഞ്ഞ അറാബി നിലാവ് കണ്ടിട്ട് സാക്ഷ്യം എന്ന ആ ഹദീസും ഇപ്പോൾ പറഞ്ഞ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിലാവ് കണ്ടിട്ട് നബി തങ്ങൾ സ്വീകരിച്ച് പ്രഖ്യാപിച്ച ഹദീസും, ഈ രണ്ട് ഹദീസും സഹീഹാണ് എന്ന് ഇമാം ഇബ്നു ഹിബ്ബാനും ഇമാം ഹാക്കിമും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഖുസൈമ അസ്സാനിയ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിലാവ് കണ്ടു, നബി തങ്ങൾ സ്വീകരിച്ച് പ്രഖ്യാപിച്ചു എന്ന ഹദീസ് സഹിയാണെന്ന് ഇബ്നു ഖുസൈമയും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹസ്ം അൽ അവ്വല, അറാബി നിലാവ് കണ്ടിട്ട് നബി തങ്ങൾ സ്വീകരിച്ച് പ്രഖ്യാപിച്ചു എന്ന ഹദീസ് സഹിയാണ് എന്നത് ഇബ്നു ഹസ്മും പറഞ്ഞിട്ടുണ്ട്. വമിൻ സമ്മ, ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലർ ഈ ഹദീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഖാലൻ നബവിയു ഫി മജ്മൂഇഹി, ഇമാം നബവി റഹ്മഹുല്ലാഹ് തന്റെ സഹീഹുൽ മുഅല്ലബിൽ പറയുന്നു, അസഹ്ഹു തുർഖി വ അശ്ഹറുഹാ, ഏറ്റവും പ്രസിദ്ധവും ഏറ്റവും സഹീഹായ വരിയാണ്. വബിഹി ഖതാ ജംഹൂർ അസ്ഹാബിന, നമ്മുടെ ശാഫി മദ്ഹബിലെ ഇമാമുകളിൽ ഭൂരിപക്ഷവും പറയുകയും ചെയ്ത ഫീ ദാലിക ഖൗലൈൻ, നമ്മുടെ ശാഫി മദ്ഹബിൽ ഒരു സാക്ഷി നിലാവ് കണ്ടാൽ അതുകൊണ്ട് റമളാൻ സ്ഥിരപ്പെടുമോ ഇല്ലയോ എന്നതിൽ രണ്ടഭിപ്രായമുണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു തആല തങ്ങൾക്ക്. അതിൽ അസഹഹുമാ ബിത്തിഫാഖി അസ്ഹാബിന യസ്ബുതു ബിഅദ്ലിൻ വാഹിദിൻ, നീതിമാനായ ഒരാൾ നിലാവ് കണ്ടാലും റമളാൻ സ്ഥിരപ്പെടും എന്നതാണ് പ്രബലമായ അഭിപ്രായം. ഓരസു ഷാഫിഈ, ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ റസാന ഫിൽ ഖദീം, ഖദീമായ ഖൗൽ അങ്ങനെ തന്നെ. വമുഅദമി കുതുബിഹിൽ ജദീദ, ജദീദായ കിതാബുകളിൽ അധികത്തിലും ഇതേ അഭിപ്രായം തന്നെ. ഇതിൽ അഹാദീസ് സഹീഹ ഫി, ഒരു ആൾ മാത്രം നിലാവ് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുകയും
പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് പറയുന്ന സഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഖദീമായ ഖൗലിലും ജദീദായ ഖൗലിലെ ഭൂരിപക്ഷം കിതാബുകളിലും ഒരു സാക്ഷി കൊണ്ട് സ്ഥിരപ്പെട്ടാൽ തന്നെ റമദാൻ സ്ഥിരപ്പെടും എന്ന് പറയുന്നു. എന്നാൽ ഇമാം ഷാഫി തങ്ങൾക്ക് മറ്റൊരു അഭിപ്രായമുണ്ട് മുമ്പിൽ. അവരായിരുന്നു ذلك خلافا للمتأخرين أطال في الانتصار له قول الربيع في الأم. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം റബീഅ ഉമ്മിൽ ഉദ്ധരിക്കുന്നത് ഖാല ഷാഫിഈ ബഅദു ലാ യജൂസു ഫി റമദാന ഇല്ലാ ഷാഹിദ്, മറ്റെല്ലാ മാസത്തിലും രണ്ട് സാക്ഷി വേണം, സ്ഥിരപ്പെടണം. എന്നതുപോലെ റമദാനിലും രണ്ട് സാക്ഷി വേണം എന്നൊരു അഭിപ്രായം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തന്റെ ഉമ്മിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. തന്നെയുമല്ല ഇമാം റബീഅ പറയുന്നു റജ ഷാഫിഈ ബഅദു, ഒരു സാക്ഷി കൊണ്ട് സ്ഥിരപ്പെട്ടാൽ തന്നെ നോമ്പ് സ്ഥിരപ്പെടും എന്ന അഭിപ്രായമുണ്ടെങ്കിലും ആ അഭിപ്രായത്തിൽ നിന്ന് ഷാഫി ഇമാം പിന്മാറി ലാ യുസാമു ഇല്ലാ ബിശാഹിദൈനി, രണ്ട് സാക്ഷികൾ ഉണ്ടെങ്കിലേ സ്വീകരിക്കൂ എന്ന്. എന്നാൽ അപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് രണ്ട് സാക്ഷി ഉണ്ടെങ്കിലേ റമദാൻ എടുക്കാൻ പറ്റൂ എന്നൊരു അഭിപ്രായം ജദീദായ ഖൗലുണ്ട്. അപ്പൊ സംഗതി മൂന്ന് ഖൗലാണ് ഷാഫി ഇമാമിന് ഈ വിഷയത്തിൽ. ഒന്ന് ഖദീമായ ഖൗല്, അത് ഒരു സാക്ഷി കൊണ്ട് റമദാൻ സ്ഥിരപ്പെടുന്ന. ജദീദിൽ രണ്ട് ഖൗല്, ഒരു ഖൗലനുസരിച്ച് ഉമ്മിൽ പറഞ്ഞ ഖൗലനുസരിച്ച് രണ്ട് സാക്ഷി ഉണ്ടെങ്കിലേ റമദാൻ സ്ഥിരപ്പെടുന്നു. ഉമ്മല്ലാത്ത മറ്റ് ജദീദിന്റെ കിതാബുകളിലൊക്കെ പറഞ്ഞത് ഒരു സാക്ഷി ഉണ്ടെങ്കിലും സ്വീകരിക്കാം. അപ്പൊ ജദീദിൽ രണ്ട് അഭിപ്രായം. ഉമ്മിൽ പറഞ്ഞത് രണ്ട് സാക്ഷി ഉണ്ടെങ്കിലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ റമദാൻ. ഉമ്മല്ലാത്ത മറ്റ് ജദീദായ കിതാബുകളിലൊക്കെ പറയുന്നത് ഒരു സാക്ഷി ഉണ്ടെങ്കിൽ തന്നെ സ്വീകരിക്കാം. എന്നാൽ അസ്സാബിൽപ്പെട്ട ഇമാം സമീരി പറയുന്നു ഇന്ന അസ്സാബിനായി സുഖാല ഫി ശറഇൽ കാഫിയ ശറഇൽ കിഫായ ഇൻ സഹാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബില ഷഹാദത്തുൽ അറാബി വഹദഹു, ഒരിക്കൽ ഒരു അറാബിയായ സഹാബിയുടെ സാക്ഷ്യം നബി തങ്ങൾ സ്വീകരിച്ചു എന്ന ഹദീസ് പരമ്പര കുറ്റമറ്റതായി സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ, അവ ഇബ്നു ഉമർ, മറ്റൊരു ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് നിലാവ് കണ്ടിട്ട് നബി തങ്ങൾ റമദാൻ സ്വീകരിച്ചു എന്ന ഹദീസും സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ ഖുബിലൽ അദ്ലു, ഒരു ആള് നിലാവ് കണ്ടാൽ റമദാൻ സ്വീകരിക്കും. വഇല്ലം യസ്ബുത്ത് ദാലിക, ഈ ഇബ്നു ഉമർ തങ്ങളുടെയോ ഈ അറാബിയുടെ ഹദീസ് ശരിയല്ല എന്ന് വന്നാൽ മഖ്ബുൽ അഖല്ല മിൻ അദ്ലൈൻ, രണ്ടാളുണ്ടെങ്കിലും സ്വീകരിക്കാൻ പാടൂ. ചുരുക്കത്തിൽ വഖദ് അലിം താനി, നമുക്ക് ബോധ്യമാണല്ലോ അന്നഹു സഹ കുല്ലു മിൻഹുമാ, ഈ അറാബി നിലാവ് കണ്ടിട്ടും നബി തങ്ങൾ സ്വീകരിച്ചു എന്ന് സഹിയായ ഹദീസാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല നിലാവ് കണ്ടിട്ട് നബി തങ്ങൾ അത് സ്വീകരിച്ച് പ്രഖ്യാപിച്ചു എന്നതും സഹിയായ ഹദീസാണ്. അപ്പൊ ഈ രണ്ട് ഹദീസും സഹിയാണെന്ന് വന്നപ്പോൾ ഖദീമിൽ പറഞ്ഞ ഖൗലും ജദീദിൽ ഉമ്മല്ലാത്ത മറ്റ് കിതാബുകളിൽ പറഞ്ഞ ഖൗലുമാണ് ബലപ്പെട്ടത്, ഒരു സാക്ഷി കൊണ്ട് സ്ഥിരപ്പെടും എന്ന്. മതി, പേരിന്റെ ബർക്കത്തിന് കുറച്ച് ഓതാന്ന് വെച്ചതാ, പിന്നെ അങ്ങനെ നീണ്ടുപോയി. ഏതായാലും ഇന്ന് ഇൻഷാ അല്ലാഹ് സംശയം ചോദിക്കാനുള്ളവരൊക്കെ വേഗം വരണം. ഇന്ന് മിക്കവാറും 3 മണിക്ക് തന്നെ ക്ലാസ് നിർത്തും. 3 മണി, നാളെയും മറ്റന്നാളും മിക്കവാറും ക്ലാസ് ഉണ്ടാവാൻ സാധ്യതയും കുറവാണ്. ഇന്നലെ നമ്മൾ ആലിക്കുട്ടി ഉസ്താദ് ഒരു ഇഷ്കാലൊക്കെ ആയിട്ട് വന്നിന്. ഇന്ന് ആലിക്കുട്ടി ഉസ്താദിനെ എവിടെയും കാണാനില്ല. ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ. ഏതായാലും സഹായി മുന്നിൽ തന്നെ ഉണ്ട്. മൈക്ക് ചോദ്യകർത്താക്കൾക്ക് കൈമാറുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ? ഉസ്താദേ, പിന്നെ ഈ നോമ്പിന് പിന്നെ കഫോട്ട് ഇങ്ങോട്ട് നമ്മളെ തൊള്ളിന്ന് ഇങ്ങോട്ടോട്ട് കിട്ടണില്ല, അങ്ങോട്ട് അരക്കാലാണ്ട് പോവുകയും ചെയ്യും, ഇങ്ങോട്ടോട്ട് കിട്ടണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ആവുമ്പോ പിന്നെ അവിടെ ചങ്കിലിങ്ങനെ കുടുങ്ങി കിടക്കുമ്പോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇറക്കാൻ പറ്റുമോ, അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഇപ്പൊ നിസ്കാരത്തിലാണെങ്കിലും എങ്ങനെയായാലും ഇപ്പൊ സ്വന്തക്കാണെങ്കിലും കഫം ചങ്കില് കുടുങ്ങി കിടക്കും, ഇങ്ങോട്ട് കിട്ടണില്ല, എന്നാ താഴത്തോട്ടേക്ക് ഇറക്കാണ്ട് പോവുകയും ചെയ്യും, ഇങ്ങോട്ട് കിട്ടണമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ആവുമ്പോ എന്ത് ചെയ്യണം? മൈക്കോടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
വലൈക്കുമുസ്സലാം. കഫം തൊണ്ടയിൽ നിന്നും വായിലേക്ക് അഥവാ തുറന്ന സ്ഥലം എന്ന് പറയുന്ന ഹാലിന്റെ മഖറജിന്റെ ഇപ്പുറത്തേക്ക് വന്ന് എന്നാൽ പിന്നെ അത് കീപ്പോട്ട് ഇറക്കാൻ പാടില്ല. അത് വരാതെ തൊണ്ടയിലുള്ളത് കീപ്പോട്ട് ഇറക്കുന്നത് കൊണ്ട് നോമ്പിന് കുഴപ്പമില്ല. അതിനായില്ല. വാഹിർ അഥവാ പ്രത്യക്ഷം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പുറത്ത് തുപ്പിക്കളയണം, കീപ്പോട്ടിറക്കാൻ പാടില്ല. തൊണ്ടയിലാണ്, തൊണ്ടയിൽ ഇങ്ങനെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് കീപ്പോട്ടിറക്കിയാൽ പോവുമെങ്കിൽ കീപ്പോട്ടിറക്കാം, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ ഉസ്താദിന്റെ ചോദ്യം, ഒരാള് പിന്നെ ജോലിയുടെ പിന്നെ ഈ വലിയ ഇടങ്ങേറിച്ച ജോലിയാകുന്ന സമയത്ത് ഇപ്പൊ ഒരാള് ഒരു കിച്ചണിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ പിന്നെ ഭയങ്കര ചൂട് കാലഘട്ടമാണ്. ആ സമയത്ത് ജോലി ചെയ്യുന്ന ആൾക്ക് ആ ജോലിയുടെ പ്രശ്നം കാരണം നോമ്പ് മുറിക്കേണ്ടി വന്നാല് അത് നോമ്പ് മുറിക്കാതെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നോമ്പ് തുടർന്നുകൊണ്ട് അയാൾക്ക് പിന്നെ എന്താപ്പത്? പയ്യോളി ഉസ്താദിന്റെ നെറ്റ് കടം വാങ്ങിക്കാണ് UK എന്നാണ് തോന്നുന്നത്. നിങ്ങൾ UK കുറച്ചൊരു ഉസ്താദ് സ്പീഡുള്ള നെറ്റൊക്കെ കിട്ടൂലേ? അതോ ആദായത്തിന് വേണ്ടിയിട്ട് ആദായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വല്ല മൊബൈലിന്റെ നെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണോ ചോദ്യം ചോദിക്കണമെന്ന് എനിക്കൊരു ഇഷ്കാലുണ്ട്. 4Gയും അതിന്റെ മേലെയൊക്കെ എത്തിയ കാലത്ത് UK നിന്നിട്ട് ഇങ്ങനെ കട്ടാകുന്ന ഒരു എന്താ മനുഷ്യനോട് പറയിപ്പിച്ചാണല്ലോ. ഏതായാലും ആട്ടെ, തുടക്കം കുറച്ച് കേട്ടിന്, പിന്നെ അതിങ്ങനെ അതിന്റെ ഇടയ്ക്ക് തന്നെ 2 വട്ടം കട്ടായും ചെയ്തിന്. ഭാരിച്ച ജോലി ചെയ്യുന്ന ആള്, അത് ഉദാഹരണം ഇപ്പോഴത്തെ ചൂട് കാലത്ത് പുറത്ത് ബിൽഡിങ്ങിന്റെ പണിയെടുക്കുക, റോഡ് പണിയെടുക്കുക, അതല്ലെങ്കിൽ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തീയിന്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ടിട്ടുള്ള കിച്ചണില് ഇപ്പോ റൊട്ടിപ്പണിയൊക്കെ എടുക്കുന്നത് പോലെ അതുപോലത്തെ ചൂട് സഹിക്കാൻ കഴിയാത്ത ജോലിയൊക്കെ ചെയ്യുന്നവർ അവർ നോമ്പ് എടുക്കണം. പക്ഷേ ജോലി ഭാരം കൊണ്ട് മുന്നോട്ട് പൂർത്തിയാക്കാൻ കഴിയില്ലെന്നുള്ള ഒരവസ്ഥ വന്നാൽ അപ്പോൾ നോമ്പ് മുറിക്കാവുന്നതാണ്. നോമ്പ് ഉപേക്ഷിക്കൽ ഹറാമാണ്. രാത്രി നെയ്യത്ത് വെക്കാതെ നോമ്പ് നോൽക്കാൻ പാടില്ല, നോൽക്കണം. എന്നിട്ട് ഒരു ദിവസം ബുദ്ധിമുട്ടില്ലാതെ പൂർത്തിയാക്കാൻ പറ്റിയാ പൂർത്തിയാക്കുക. നല്ല പ്രയാസം ശരിയാണെങ്കിൽ അപ്പോൾ നോമ്പ് മുറിക്കൽ ഹലാലാകും. പിന്നീട് സൗകര്യം പോലെ കള വീട്ടിയാൽ മതിയോ? ഓക്കെ. ആ 25 ദിവസന്റെ പറ്റപ്പോയോ? ആളെന്നെ പറ്റപ്പോയി തോന്ന്. മൈക്ക് മാത്രല്ല, ആളെന്നില്ല. ആയിക്കോട്ടെ. അല്ലല്ല, ആളുണ്ട്. 25 ദിവസന്റെ മറ്റേതിനല്ലോ മൊബൈലിന്റെ ആ നെറ്റൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു നല്ല നെറ്റ് എടുത്തിട്ട് ഇത് മനുഷ്യനോട് പറയിപ്പിച്ചല്ല. ഇത് ഈ നിലക്ക് കട്ടാകുന്ന ഒരു നെറ്റ് എന്താണ് ആ UK തന്നെ ആകെ ആയിപ്പല്ലേ ഇപ്പൊ. ഏതാട്ടെ, മറുപടി കേട്ടല്ലോ. ഇവിടെ നല്ല അടിപൊളി. ഞങ്ങൾ എന്താണ് നമ്മളൊക്കെ ഈ നെറ്റ്, ഈ ജാതി ഒരു നെറ്റ് പൈസ കൊടുത്തെടുത്ത് നോക്കിയാ. അപ്പൊ നോമ്പ് എടുക്കണം. ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നോമ്പ് മുറിക്കൽ ജായിസാണ്. പിന്നീട് കള്ള വീട്ടിയാൽ മതിയാവും. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ആദ്യം എന്റെ കട്ടായി പോയി, ക്ഷമിക്കണം. ഏതായാലും ഉസ്താദ് മദീനത്തേക്ക് പോണ നേരം ആദ്യമായിട്ട് ഒരു സലാം അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, എന്റെയും
STV ഉള്ള എല്ലാവർക്കും വേണ്ടി സലാം പറയണമെന്ന് പറഞ്ഞാൽ ഉസ്താദ് മറക്കൂലോ. അതിനോട് ആ കൂടുതൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സലാം പറയണമെന്ന് പ്രത്യേകം പറയാണ്. പിന്നെ ഉസ്താദ് ചെറിയൊരു സംശയം ചോദിക്കുന്നത്, അതായത് ഒരാള് മാസം കണ്ട്, അതായത് ഞാൻ മാസം കണ്ട്, അപ്പം പോയിട്ട് കാളിന്റെ അടുത്ത് പറഞ്ഞേരം കാളി അംഗീകരിച്ചില്ല. അപ്പൊ ഈ മാസം കണ്ട ആക്ക് എന്ത് ചെയ്യണം? നോമ്പ് വെൽക്കൽ നിർബന്ധമാണോ എന്നുള്ള അറിയാൻ. അസ്സലാമു അലൈക്കും. ഒരാള് നിലാവ് കണ്ടു, അയാൾക്ക് ഉറപ്പാണ്. ഖാദിയുടെ സമീപത്ത് ചെന്നപ്പോൾ അദ്ദേഹം അന്വേഷിച്ചപ്പോൾ ശറഈയായ ചില കാരണങ്ങളാൽ ഇയാളെ സ്വീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഖാദി സ്വീകരിച്ചും പ്രഖ്യാപിച്ചുമില്ല. എങ്കിലും കണ്ട ആൾക്ക് നോമ്പ് നോൽക്കൽ വുജൂബാണ്. മാത്രമല്ല, അയാള് പറഞ്ഞത് ശരിയാണ് എന്ന് വ്യക്തിപരമായി പൂർണ്ണ ബോധ്യം ഒരാൾക്ക് തോന്നിയാൽ അയാൾക്കും നിർബന്ധമാണ്. അപ്പൊ ഈ കണ്ട ആൾക്ക് എന്തായാലും നോമ്പ് നിർബന്ധമാവും. അതിന്റെ പുറമെ അയാള് പറയുന്നത് സത്യമാണ് എന്ന് ഉത്തമ ബോധ്യം ഒരു വ്യക്തിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനും നോമ്പ് നിർബന്ധമാകും. ജനങ്ങൾക്ക് മൊത്തത്തിൽ നോമ്പ് നിർബന്ധമാകണമെങ്കിൽ ഖാദി സ്വീകരിച്ച് പ്രഖ്യാപിക്കണം. അപ്പോഴേ നാട്ടുകാർക്ക് മൊത്തം ഫർദാവുള്ളൂ. കണ്ട ആൾക്ക് എന്തായാലും ഖാദി സ്വീകരിച്ചാലും സ്വീകരിച്ചിട്ടില്ലെങ്കിലും നോമ്പെടുക്കൽ ഫർദാവും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? അതെ, റെക്കോർഡിന് അങ്ങോട്ട് മാറ്റുന്ന സമയം കൂടി നിങ്ങൾ മൈക്കിന് തരില്ല. അപ്പത്തിന് ഡോട്ടിട്ട് എന്താ ചെയ്യാ? റെക്കോർഡിലായിരുന്നു, അത് മറ്റേലേക്ക് നീക്കാൻ സമയം തരണ്ടേ? അപ്പൊ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, പിന്നെ ഇനി PM ചെയ്യല്ല, അത് കഴിഞ്ഞില്ലേ? പിന്നെ ഒരു ചോദ്യമുള്ളത്, പിന്നെ ഈ സ്പ്രേ അടിച്ചാല് നമ്മളെ ഈ ആസ്മ രോഗികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് അങ്ങനത്തെ ആൾക്കാർക്ക് നോമ്പ് നോറ്റും കൊണ്ട് വായിൽ സ്പ്രേ അടിച്ചാല് അതുകൊണ്ട് നോമ്പ് മുറിയുമോ എന്നാണ് ചോദ്യം. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ സ്പ്രേ അടിക്കുന്ന സാധനത്തിന് തടിയുണ്ട്. ആ തടി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ മുറിയും. അതിണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ അതിനെ പറ്റിയിട്ട് അത്ര കൂടുതൽ എന്നെ ഇൽമില്ല. അങ്ങനെ സാധനം ഉണ്ടെന്ന് ഞാനും കേട്ടാണ്. അസ്തമ രോഗികൾക്ക് ശ്വാസത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ കുറച്ചൊരാശ്വാസം കിട്ടും. പക്ഷെ ആ സാധനം തടിയുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം വെള്ളം പോലത്തെ തടിയുള്ളതാണ്. ആ തടിയുള്ള സാധനം ഉള്ളിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നോമ്പ് മുറിയും. പക്ഷേ പ്രയാസം സഹിക്കാൻ കഴിയാത്ത പ്രയാസം ഉണ്ടാവുമ്പോൾ അത് ഉപയോഗിക്കാം. പക്ഷേ തടിയുള്ളതാണ്, അത് കീപ്പോട്ട് അടക്കുന്നും ഉണ്ടെങ്കിൽ നോമ്പ് മുറിയും. സംഗതി അരാരാവുന്ന അവസ്ഥ ഉണ്ടാവാം. പക്ഷേ അതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്ന് പറയാൻ പറ്റൂല. പക്ഷെ സാധനം ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പം വെറും എയർ പോലത്തെ ആണെങ്കിലോ, ഒരു ഗ്യാസ് ഉള്ള വെറും എയറാണ്, അത് കടന്നുകൊണ്ട് നോമ്പ് മുറിയില്ല. അതേസമയത്ത് തടിയുള്ള വസ്തുവാണോ അത് എങ്കിൽ നോമ്പ് മുറിയും. അതിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ പരിചയമില്ല. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, സാധനം കണ്ടിട്ടില്ല. നേരത്തെ ഇപ്പൊ എനിക്ക് പറയാനുള്ള, നേരത്തെ രണ്ടാൾക്കാർ ചോദ്യം അയച്ചു, അതൊന്നും കൂടി ആക്കണം. അത് ശരിയാക്കുന്നുണ്ട്. പിന്നെ ശരിയാക്കുന്ന ആളാ PM ക്ലോസ് ചെയ്തു. അതുകൊണ്ട് രണ്ടാമതൊന്നും കൂടി ആക്കുക ചോദ്യം. ഇൻഷാ അല്ലാഹ് മൈക്കോട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. നേരത്തെ ഉസ്താദ് ഒരു ചോദ്യം ചോദിച്ചതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ചോദ്യം. ഇനിയിപ്പോ അത് ഉസ്താദ് ഒന്നുകൂടി പ്രസക്താണെന്ന് എനിക്കറിയില്ല. ഒരാള് മൂക്ക് ഫുള്ള് എന്ത് ചെയ്തു? ബ്ലോക്കായി. അങ്ങനെ ബ്ലോക്ക് അയാൾ എന്ത് ചെയ്തു? പിന്നെ ടൈഗർ കമ്പാമ്പ് കൊണ്ടുപോയിട്ട് മൂക്കിന്റെ പുറത്ത് പുരട്ടി. അതുപോലെ തന്നെ അതിന്റെ അഗ്രത്തിലൊക്കെ പുരട്ടുമ്പോൾ എന്ത് ചെയ്യും? ഒരാശ്വാസം കിട്ടും. അപ്പൊ ഇത് ഭയങ്കര പവർഫുൾ ആണ് ഉസ്താദ്. ഭയങ്കര ഈ ഗ്യാസ് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സംഗതി ഇപ്പൊ ഉസ്താദ് പറഞ്ഞ മാതിരി ആയിരിക്കും. ഏതായാലും ഇൻഷാ അല്ലാഹ് അതന്നെയാണ് ചോദ്യം. ഉസ്താദിന് ഒന്നും കൂടി വ്യക്തമാണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് അത് ഈ വിക്സിന്റെ ആ പവർഫുൾ ആ ഗ്യാസ് ഉള്ളിൽ കടന്നു കഴിഞ്ഞാല് പിന്നെ മുമ്പ് മുറിയോ എന്നും കൂടി അറിയേണ്ടതുണ്ട്. ഞാൻ മൈക്കോട്ടു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അവിടെ ഒന്നും തടിയുള്ള സാധനമൊന്നും ഇല്ല. ഒക്കെ അതിന്റെ ഗ്യാസാണ് വരുന്നത്. ആ ഗ്യാസ് മാത്രം കയറുന്നതുകൊണ്ട് നോമ്പ് മുറിയില്ല. തടിയുള്ള വസ്തു കയറിയെങ്കിലേ നോമ്പ് മുറിയുള്ളൂ. എന്റെ താഴെയുള്ള ആളെ മൈക്ക് എടുക്കുന്നത് കാണില്ല, അതുകൊണ്ട്
തൃപ്തിപ്പെടുത്തുക. ഏതായാലും ഉസ്താദ്, ഈ തറാവീഹ് നിസ്കാരത്തില് പിന്നെ റക്അത്തുകളിൽ മറവി സംഭവിച്ചാൽ പിന്നെ ആ റക്അത്ത് സലാം വീട്ടുന്ന ഈ ഏതെങ്കിലും ഒരു ഇടയ്ക്ക് വെച്ചോ ഏതോ റക്അത്തിൽ മറവി സംഭവിച്ചാൽ അത് പൂർത്തിയാക്കി സലാം വീട്ടുമ്പോഴാണോ സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവസാനത്തിലാണോ സുജൂദ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ മൈക്കൂട്ടും. തറാവീഹിന്റെ റക്അത്തുകളിൽ സഹ്വിന്റെ സുജൂദിന്റെ കാരണങ്ങൾ സംഭവിച്ചാൽ ആ 2 റക്അത്ത് പൂർത്തിയാക്കി സലാം വീട്ടുന്നതിന്റെ തൊട്ടു മുമ്പ് തന്നെയാണ് സുജൂദ് ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചാൽ അതിന്റെ ഓരോ ഈ രണ്ട് റക്അത്തും പൂർണ്ണമായ നിസ്കാരങ്ങളാണ്. 20 റക്അത്താണ് തറാവീഹിന്റെ പൂർണ്ണ റക്അത്തെങ്കിലും അതിന്റെ എല്ലാ ഓരോ ഈ രണ്ട് റക്അത്തും പൂർണ്ണങ്ങളാണ്. അപ്പൊ ആ 2 റക്അത്തിൽ പറ്റിയ ഏത് സഹ്വിന്റെ സുജൂദിന്റെ കാരണങ്ങൾക്കും ആ റക്അത്ത് 2ാമത്തെ റക്അത്ത് പൂർത്തിയാക്കി അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടുന്നതിന് മുമ്പ് തന്നെ സുജൂദ് ചെയ്യണം. അവസാനത്തേക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. അത് വിത്തറിലാണെങ്കിലും അങ്ങനെ തന്നെ. തറാവീഹ് പോലെ തന്നെയാണല്ലോ വിത്തർ, 2 വീതം നിസ്കരിച്ച് അവസാനം 1 നിസ്കരിക്കലല്ലേ. അപ്പൊ അങ്ങനെയുള്ള റക്അത്തുകളിൽപ്പെട്ട ഏതെങ്കിലും റക്അത്തിൽ സഹ്വിന്റെ സുജൂദിന്റെ വല്ല കാരണങ്ങളും ഉണ്ടായാൽ ആ 2 റക്അത്ത് പൂർത്തിയാക്കി അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടുന്നതിന്റെ തൊട്ടു മുമ്പ് തന്നെ സുജൂദ് ചെയ്യണം. അവസാനത്തേക്ക് മാറ്റിവെക്കാൻ പാടില്ല. അസ്സലാമു അലൈക്കും. ഉസ്താദെ, പിന്നെ ഈ ഇപ്പൊ തറാവീഹ് നിസ്കാരത്തിൽ ഇമാമിന്റെ ഫാത്തിഹ കിട്ടാതെ വരാത്തൊരു അവസ്ഥ ഉണ്ടാവലുണ്ട് ചില നദിയിലൊക്കെ, കുറഞ്ഞ ചെറിയ സൂറത്ത് ഓതുമ്പോ. അപ്പോ ആ മാമൂമ് ഇമാമിന്റെ കൂടാണ്ട് സുജൂദിലേക്ക് റുക്കൂയിലേക്ക് പോയാൽ ഫാത്തിഹ ഇമാമ് പരിഹരിക്കോ മാമൂമിന്റെ? അതാണ് ചോദ്യം. അതല്ലാതെ മാമൂമ് അവിടെ നിന്നിട്ട് ഫാത്തിഹ പൂർത്തിയാക്കിയിട്ട് റുക്കൂയിലേക്ക് പോവുകയാണോ വേണ്ടത്? അതാണ് അറിയേണ്ടത്. ഞാൻ മൈക്കോടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അവിടെ ഇമാമ് ചുമക്കുന്ന സ്ഥലമല്ല, മൗമൂമ് ഇമാമിന്റെ ഫാത്തിഹയുടെ സമയത്ത് ഫാത്തിഹ കേട്ടു നിന്നാൽ ഇമാമ് സൂറത്ത് ഓതുന്ന സമയത്ത് ഫാത്തിഹ ഓതി പൂർത്തിയാക്കാൻ സമയം കിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഉദാഹരണം ഇന്നാഅതൈനാക്കൽ കൗസർ, ഖുൽ ഹുവല്ലാഹു അഹദ്, വൽ അസ്രി പോലെയുള്ള ചെറിയ സൂറത്തുകൾ വരുന്ന റക്അത്തുകളിൽ ഫാത്തിഹ ഓതി പൂർത്തിയാക്കാൻ സമയം കിട്ടില്ല എന്ന് തോന്നിയാൽ നേരത്തെ തുടങ്ങുകയാണ് വേണ്ടത്. ഫാത്തിഹ ഇമാമിന്റെ അല്പം ബേക്കിലായിട്ടും ഫാത്തിഹ പൂർത്തിയായി കഴിയുന്നതിന് മുമ്പ് തുടങ്ങുകയും ചെയ്ത് അങ്ങനെ ചെയ്യാം. ഇനി അങ്ങനെ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇമാമിന്റെ കൂടെ റുക്കൂയിൽ പോവാതെ ഫാത്തിഹ ഓതി പൂർത്തിയാക്കാൻ അവിടെ പിന്തു നിൽക്കുകയും ഫാത്തിഹ ഓതി പൂർത്തിയായതിനു ശേഷം മാത്രം റുക്കൂ ചെയ്യുകയും ചെയ്യേണ്ടതാവുന്നു. കാരണം ഫാത്തിഹയിൽ ഇമാമിനെ ഖിറാത്ത് കേട്ട് നിന്ന് ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം ഓതാൻ നിന്നിട്ടാണല്ലോ ഇപ്പൊ അവിടെ ഫാത്തിഹ ഓതി തീർക്കാൻ സമയം കിട്ടാത്തത്. അപ്പൊ അങ്ങനെ സംശയമുള്ളവർക്ക് ഫാത്തിഹ പൂർത്തിയാക്കാൻ നിൽക്കാതെ തന്നെ ഇമാമിന്റെ അല്പം ബേക്കിലായിട്ട് ഫാത്തിഹയുടെ ശേഷം ഫാത്തിഹ തന്നെ തുടങ്ങുക. അപ്പൊ പൂർണ്ണമായിട്ടും ഇനി അത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇമാമ് റുക്കൂയിൽ പോകുമ്പോൾ കൂടെ റുക്കൂയിൽ പോകാതെ ഫാത്തിഹ പെട്ടെന്ന് ഓതി പൂർത്തിയാക്കി ഇമാമിന്റെ പിന്നിൽ പോവുകയാകുന്നു വേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയാള് ഫോൺ എടുക്കുകയില്ല. ഉസ്താദ്, ഈ തറാവി സുന്നത്താണല്ലോ, അപ്പോ ഇത് ഒരാൾ ക്ഷീണം കാരണം നിസ്കരിക്കാൻ പറ്റില്ല. അപ്പൊ അയാൾക്ക് പകല് ഇത് ഖളാ വീട്ടുന്നതിനെ കൊണ്ട് വിരോധം ഉണ്ടോ എന്നുള്ളത് ഒന്ന് പറഞ്ഞു തന്നാല്. മുഅക്കദായ സുന്നത്തായ നിസ്കാരങ്ങൾ ഒരാൾ പതിവുള്ള ഒരു മനുഷ്യൻ എന്തോ സംഗതി വശാൽ നഷ്ടപ്പെട്ടാൽ ഖളാ വീട്ടൽ സുന്നത്തുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടത് തന്നെയാണ് തറാവീഹ്സ്കാരവും. തറാവീഹ്സ്കാരം വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളിൽപ്പെട്ട വഖത്ത് നിശ്ചയിക്കപ്പെട്ട നിസ്കാരമാണ്. അത് ക്ഷീണം കൊണ്ടോ മറ്റോ ചിലപ്പോൾ ഷോലോടൊക്കെ ആവാം. ചില ദിവസങ്ങളിൽ
നഷ്ടപ്പെട്ടു പോയാൽ ഖളാ വീട്ടൽ സുന്നത്തുണ്ട്. ഹലോ ഉസ്താദ്, ക്യാഷിന് പകരമുള്ള ചെക്ക് കൊടുത്താൽ മതിയാവോ? അസ്സലാമു അലൈക്കും. ശബ്ദം പൗതി ആദ്യം അവസാനം ഒക്കെ കട്ട. കാശിന് പകരം ചെക്ക് കൊടുത്താൽ മതിയാവോ എന്ന് മാത്രം അപ്പൊ കേട്ട്. എന്തിനാണതെന്നോ എങ്ങനെയാണെന്നോ ഒന്നും കേട്ടില്ല. സക്കാത്ത് സംബന്ധമായ തെറ്റായിരിക്കും എന്ന് വിചാരിക്കുക. തനിക്ക് കിട്ടാനുള്ള ഒരു കാശ് അത് തന്റെ സക്കാത്തായിട്ട് ആ കിട്ടാനുള്ള ആളോട് വാങ്ങാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുന്നതിന് തുല്യമാണ് ചെക്ക് കൊടുക്കുന്നത്. അത് പറ്റേണ്ടതാണ്. അത്രേ കേട്ടിട്ടുള്ളൂ. കാശിന് പകരം ചെക്ക് കൊടുത്താൽ മതിയോ? എന്തിനു വേണ്ടി? സക്കാത്തിന് വേണ്ടിന്നോ അല്ലാതെ എന്തിനാന്നൊന്നും അതിലൊന്നും ചോദ്യത്തിലൊന്നും കേട്ടിട്ടില്ല. മൈക്ക് വല്ലാതെ കട്ട് വരികയും ചെയ്തിട്ടുണ്ട്. താഴെ ആർക്കും മൈക്ക് വേണ്ടേ? പിന്നെ ചോദ്യം കൊണ്ടോ ഉസ്താദേ? പിന്നെ ഒരാള് കാര്യത്തിന് ഇമാമിന്റെ സൗണ്ട് കുറവാണോ? സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരാള് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ ജമാഅത്തിന് വേണ്ടി പള്ളിയിലോ അല്ലെങ്കിൽ ഒരു ഇമാമ് നിസ്കരിക്കുന്ന അടുത്ത നിസ്കാരത്തിന് തുടരാൻ വേണ്ടി പുറപ്പെട്ട ഒരാള് അല്ലെ, അവിടെ ആദ്യം അദ്ദേഹം കൈ കെട്ടുന്ന സമയത്ത് തന്നെ ഇമാമ് കൈ കെട്ടുമ്പോൾ തന്നെ അദ്ദേഹം അവിടെ ഹാജറുണ്ട്. പക്ഷെ അദ്ദേഹം എന്തോ വസ്വാസോ മറ്റോ ആയി അദ്ദേഹത്തിന് പിന്നെ ആദ്യത്തിൽ തുടക്കത്തിൽ തുടരാൻ പറ്റിയില്ല. പക്ഷെ അദ്ദേഹം ഇങ്ങനെ വൈകി അവസാനാണ് അദ്ദേഹം തുടർന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഫാത്തിഹ ഇമാമിനോടൊപ്പം പൂർത്തിയാക്കാനും പറ്റിയില്ല. അപ്പൊ അദ്ദേഹത്തിന് ആ റക്കാത്ത് നഷ്ടപ്പെടുമോ, മടക്കി നിസ്കരിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ മസ്ബൂക്കിന്റെ ആ പരിഗണനയിൽ പെടുമോ എന്നതാണ് ഒരു ചോദ്യമുള്ളത്. ഞാൻ മൈക്കോട്ടെ. അത് നല്ല കീഴ്വഴക്കല്ല എന്നത് ശരിയാണ്. അതായത് ഇമാമ് തക്ബീറത്തിൽ ഏറാൻ കെട്ടുന്നതിന് മുമ്പ് എന്നൊക്കെ റെഡിയാവുക. ഇമാമ് തക്ബീറത്തിൽ ഏറാൻ കെട്ടിയാൽ ഉടനെ തക്ബീറത്തിൽ ഏറാൻ കെട്ടി നിസ്കാരത്തിൽ പ്രവേശിക്കുകയാണ് വേണ്ടത്. പക്ഷേ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഉസ്വാസ് കൊണ്ടോ മറ്റ് എന്തോ കാരണം കൊണ്ടോ തക്ബീർ കെട്ടാൻ താമസിച്ചു. പക്ഷെ ഇദ്ദേഹം തക്ബീർ കെട്ടിയതിനു ശേഷം മിതമായ നിലക്ക് ഫാത്തിഹ ഓതാനുള്ള സമയം ഇമാമിന്റെ നൃത്തത്തിൽ നിന്നിട്ടും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അയാൾ മസ്ബൂഖാണ്. മസ്ബൂഖിന്റെ ഹുക്ം അയാൾക്ക് ബാധകമാണ്. അതുകൊണ്ട് തന്നെ എവിടെ എത്തിയെന്ന് അവിടെ എത്തിയോടത്തുനിന്ന് ഇമാം റുക്കൂ പോയാൽ അത്ര മതി, അവിടുന്ന് ഇമാമിന്റെ കൂടെ റുക്കൂയിൽ പോകാം. പക്ഷെ മനഃപൂർവ്വം അങ്ങനെ പിന്തിക്കുന്നത് നല്ലതല്ല എന്നത് വേറെ കാര്യം. പക്ഷെ നിയമപ്രകാരം ഇയാള് മസ്ബൂഖിന്റെ പട്ടികയിൽ വരും. കാരണം ഇയാൾ തക്ബീർ കെട്ടിയതിന് ശേഷം മിതമായ നിലക്ക് ഒരു മുത്തവസ്സിത്തായ നിലക്കുള്ള ഖിറാഅത്ത് ഫാത്തിഹ ഓതാനുള്ള സമയം ഇമാമിന്റെ ഖിയാമിൽ നിന്നിട്ട് കിട്ടിയിട്ടില്ല. ആ നിലക്ക് അയാൾ സാങ്കേതികമായി മസ്ബൂഖാണ്. അതുകൊണ്ട് മസ്ബൂഖിന്റെ ആനുകൂല്യം കിട്ടും. ഫാത്തിഹ പൂർത്തിയാകുന്നതിന് മുമ്പ് ഇമാം റുക്കൂയിൽ പോയാൽ അവിടെ വെച്ച് നിർത്തിയിട്ട് ഇമാമിന്റെ കൂടെ റുക്കൂയിൽ പോകാവുന്നതാണ്. പക്ഷെ മനഃപൂർവ്വം അങ്ങനെ പിന്തിച്ച് നിൽക്കാൻ പാടില്ല. മുകളിലുള്ള ആളുകൾക്ക് മൈക്കെടുക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ അവരെ മെല്ലെ ഒന്ന് താഴത്തേക്ക് ഇറക്കൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. കാരണം മുകളിലുള്ള മൈക്കെടുത്തോട്ടെ എന്ന് എഴുതിയിട്ട് ആളുകൾ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ മൈക്കിന് തീരെ ശബ്ദമില്ല, ഒന്നും കേൾക്കണില്ല. ഞാൻ ബോക്സിലുള്ളിടത്തോളം ഫുള്ള് സൗണ്ട് വെച്ച് നോക്കി, ഒന്നും കേൾക്കുന്നില്ല. കീശേരി പള്ളിയിലാണ് എന്ന് പറയുന്നു. അപ്പൊ അടുത്തുള്ള ആൾക്ക് പിന്നെ അതിന്റെ താഴെയുള്ള അയസിയാണ് ചാടിക്കോള. കീശേരി ഇല്ല, കീശേരി പള്ളിയിലാത്രേ. അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? എന്റെ നെറ്റ് ലൈഫ് ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പോ പിന്നെ ഉസ്താദ് നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ അനുബന്ധ ചോദ്യം തന്നെയാണ്. നേരത്തെ ഉസ്താദ് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് മാറ്റി നോമ്പ് നോറ്റാൽ മതിയെന്ന്. എന്റെ ചോദ്യം, നിരന്തരം നിസ്കാരം കളാവുകയും പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ നോമ്പൊക്കെ മിസ്സാകുന്നതും ഈ ജോലി തുടരുന്നതിന്റെ വിധി എന്താണ്? അപ്പൊ എത്രത്തിലുള്ള ജോലി തുടരാൻ പാടുണ്ടോ? അത് അങ്ങനെയുള്ള ജോലി വീണ്ടും തുടരാൻ പാടുണ്ടോ എന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാൻ മൈക്കോട്ടു. അസ്സലാമു അലൈക്കും.
ഹലാലായൊരു ജോലിയാണെങ്കിൽ ഫർള് നിസ്കാരം കളാവുന്ന ജോലി ഏതും എന്തല്ല, ഹലാലായ ജോലിയല്ല. ഫർള് നിസ്കാരം നിസ്കരിക്കാൻ പറ്റൂല, കളാവും. ആ ജോലി ചെയ്യുകയാണെങ്കിൽ ഫർള് നിസ്കാരം കളാവും. സമയത്തിന് ഫർള് നിസ്കരിക്കാൻ കഴിയില്ല എങ്കിൽ ആ ജോലി തുടർന്നു പോകാൻ പാടില്ല. അത് ശരിയായ ജോലിയല്ല, നമ്മളെ ജീവിതത്തിന് ദുന്യാവുക്കും ആഖിറത്തുക്കും അത് ഖൈറില്ല. അതേസമയത്ത് നോമ്പിനെ സംബന്ധിച്ച് ഇസ്ലാം ശരീഅത്ത് അങ്ങനൊരു ഇളവ് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ കൊയ്ത്ത് ജോലി, കറ്റകെട്ടല്, അതുപോലെ തന്നെ മെഡിക്കൽ തുടങ്ങിയ ഭാരിച്ചതും വെയില് കൊള്ളുന്നതുമായ ജോലി അതൊക്കെ മനുഷ്യൻ ചെയ്തേ പറ്റുള്ളൂ. അതിന്റെ സീസണിൽ അത് ചെയ്യുമാണല്ലോ. ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്നവർ നോമ്പെടുക്കുകയും പൂർത്തിയാകാൻ പ്രയാസം അനുഭവപ്പെടുന്ന സമയത്ത് നോമ്പ് മുറിക്കുകയും ചെയ്യാം. മറ്റ് സമയങ്ങളിൽ വീട്ടിയാൽ മതി എന്ന് മഹാന്മാരായ ഉലമാക്കള് ഹദീസുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവര് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ചില പ്രത്യേക സീസണുകളിൽ ചൂട് കാലത്തും പ്രയാസമുള്ള സമയത്തുമൊക്കെ നോമ്പ് പെടുത്തു പൂർത്തിയാക്കി ജോലി ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ട് മാത്രം ആ ജോലി ഹറാമാണെന്നോ ആ ജോലി ഒഴിവാക്കണം എന്നോ പറയാൻ നമുക്ക് നിവൃത്തിയില്ല. ചില ജോലി അനിവാര്യമായിരിക്കും. അത് ചില കാലഘട്ടത്തിൽ ആ ജോലി ചെയ്തുകൊണ്ട് നോമ്പെടുക്കാൻ കഴിയില്ല, ചില കാലത്ത് കുഴപ്പമുണ്ടാവില്ല. കാരണം ചൂട് കാലത്ത് കഴിയൂലെന്നാ ചൂടില്ലാത്ത കാലത്ത് പറ്റുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ആ സമയത്തുള്ള നോമ്പ് മാറ്റി വെച്ചിട്ട് പ്രയാസമില്ലാത്ത മറ്റു സമയത്ത് ഖളാ വീട്ടാവുന്നതാണ്. നിസ്കാരത്തിന് പിന്നെ അങ്ങനെ സമയമില്ല. ഫർളായ 5 വഖ്ത് നിസ്കാരം നിസ്കരിക്കാൻ പറ്റാത്തൊരു ജോലിയാണെങ്കിൽ ആ ജോലി തുടരാൻ പാടില്ല, അതിൽ ഖൈറില്ല. നോമ്പ് അങ്ങനെയല്ല, ഒരു സമയത്ത് പറ്റിയില്ലെങ്കിൽ മറ്റൊരു സമയത്ത് പറ്റുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഫൈദത്തു മിൻ അയ്യാമിൻ ഉഖർ, വേറെ ദിവസം പകരം നോറ്റാൽ മതി, ജോലി ഒഴിവാക്കിക്കൊള്ളണം എന്നില്ല. അങ്ങനെയൊന്നും അല്ലാത്ത അസിക്കൊക്കെള്ളിലേക്ക് വല്ല ഓഫീസ് ജോലി കിട്ടിയ സുഖാണ്, എന്നാ പിന്നെ ബുദ്ധിമുട്ടില്ല, എല്ലാ വിഭാഗത്തും സമയത്തിന് ചെയ്യുകയും ചെയ്യാം. പക്ഷെ കുറച്ചൊരു ഊക്കുള്ള നെറ്റൂടി ഉണ്ടായാല് സംഗതി കുറെ വൃത്തിയായും ചെയ്തു. ഓക്കെ, സമയമില്ല കേട്ടോ, 3 മണിക്ക് നിർത്തുമെന്ന്. അസ്സലാമു വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? ഞാൻ മുന്നിലാൾ ചോദിക്കട്ടെ കാത്തുനിന്ന്, പിന്നെ എന്റെ സമയം ഇപ്പൊ ഇവിടെ വേറെ ഒരാൾ വന്ന് അയാളോട് സംസാരിച്ചു. ഇൻഷാല്ലാ ഒരു ചോദ്യം ഇന്നലെ അയാൾ അയക്കുന്നുണ്ട്. ചോദ്യത്തിലുണ്ടാകുന്ന പിന്നെ കാര്യങ്ങളൊക്കെ ആ ചോദ്യം ചോദിച്ച ആളുമായിട്ട് ബന്ധപ്പെട്ടാണ്. മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. പിന്നെ അശ്വന്റെ അകത്തേക്ക് വല്ലതും കയറിയാൽ നോമ്പ് മുറിയുമോ എന്ന് അശ്വ വിട്ട് കടക്കാതെ അദ്ദേഹം ചോദിക്കുന്നതിന് അത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഉദാഹരണം മനോരിക്കുമ്പോൾ വെള്ളം കയറി അല്ലെങ്കിൽ മൂത്രവാർച്ചക്കാരൻ ടിഷ്യൂ ഇട്ട് ഒന്ന് തുടച്ചു, ഇവ കൊണ്ട് സംഭവിച്ചാൽ നോമ്പ് മുറിയുമോ എന്നാണ് ചോദിച്ചത്. ഞാൻ മൈക്കൂട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. തുറന്ന ദ്വാരങ്ങളിലൂടെ ഉള്ള് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് തടിയുള്ള വല്ല വസ്തുവും പ്രവേശിച്ചാൽ നോമ്പ് മുറിയും എന്ന് പറയുന്ന നിയമത്തിൽ ഇഹ്ലീൽ എന്നാണ് ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ പറയുന്നത്. ഇഹ്ലീലിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. ഇഹ്ലീൽ എന്ന് പറഞ്ഞാൽ മൂത്രദ്വാരവും അതുപോലെ തന്നെ മുലക്കണ്ണും, പാല് ചുരത്തുന്ന മുലയുടെ കണ്ണുണ്ടല്ലോ, ഈ മുലക്കണ്ണിന്റെ ദ്വാരവും മൂത്രദ്വാരവും ഇത് രണ്ടിനും പറയുന്ന പേരാണ് ഇഹ്ലീൽ. പ്രത്യക്ഷത്തിൽ കാണുന്ന ദ്വാരത്തിന്റെ അപ്പുറത്തേക്ക്, അങ്ങനെയാണല്ലോ അഷ്ഫ എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കുന്ന മൂത്രക്കൊടിയുടെ തലഭാഗം, അത് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കിയാൽ കാണുന്നതിന്റെ അപ്പുറത്തേക്ക് തടിയുള്ള വല്ല സാധനവും പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. ഇഹ്ലീൽ എന്ന് പറഞ്ഞാൽ വായിലൂടെ, ചെവിയിലൂടെ, മൂക്കിലൂടെ, മുൻദ്വാരത്തിലൂടെ, പിൻദ്വാരത്തിലൂടെ ഒക്കെ സല്ലതും കടക്കുക എന്ന് പറഞ്ഞോടത്ത് മുൻദ്വാരത്തിന് അതുപോലെ തന്നെ മുലക്കണ്ണിനും പറയുന്ന പേരാവുന്നു ഇഹ്ലീല്. ഈ ഇഹ്ലീലിന്റെ ഉള്ളിലൂടെ തടിയുള്ള വസ്തു പ്രവേശിച്ചാൽ നോമ്പ്. അപ്പൊ ടിഷ്യൂ പേപ്പർ
അതല്ലെങ്കിൽ മനയിരിക്കുന്ന വെള്ളം തുടങ്ങിയ തടിയുള്ള വസ്തു ബാഹ്യമായി നോക്കിയാൽ കാണുന്നതിന്റെ അപ്പുറത്തേക്ക് മൂത്രദ്വാരത്തിന്റെ ദ്വാരത്തിലൂടെ പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഇവിടെ ഈ റമളാൻ ആകുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന ഒരു സംശയമാണ്. അതായത് ഞങ്ങളിവിടെ 10,000 പേര് താമസിക്കുന്ന ഒരു ക്യാമ്പാണ്. അതിലേക്ക് കമ്പനിയുടെ ഇതിൽ തന്നെ ഒരു ക്യാബിൻ ശരിയാക്കിയിട്ടുണ്ട്. അത് 10-15 വർഷം കൊണ്ടുള്ളതാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രൊജക്ട് കഴിയുമ്പോഴത്തേക്ക് ഈ ക്യാമ്പ് അവിടെ നിന്ന് തന്നെ ഞങ്ങൾക്കൊപ്പം മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും അവിടെ വയ്ക്കുകയും, പക്ഷേ ആ പള്ളിയിൽ ഏകദേശം ജുമ്മ നടക്കുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്, 10,000-2,000 ചില്ലറ ആൾക്കാർ അവിടെ പങ്കെടുക്കുന്നുണ്ട്. അവിടെ ഒരു മുഅദ്ദിനെയും ഒരു ഖത്തീബിനെയും നിശ്ചയിച്ചിട്ടുമുണ്ട്. പള്ളിയുടെ കാര്യങ്ങൾ വെച്ച് തന്നെയാണ് അത് നീങ്ങി പോകുന്നതും ഇതുവരെയും 10-15 വർഷമായതുമാണ്. അപ്പോ അതിൽ ഇഅ്തികാഫ് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അത് സാധുവാവുകയോ അത് വല്ലാതിരിക്കുകയോ ചെയ്യുമോ എന്നുള്ളതാണ് ഒരു സംശയം. അത് എല്ലാവരുടെയും ഉള്ള ഒരു വിഷയമാണ്. ഇതിനൊരു പൂർണ്ണമായ ആ സംശയ നിവാരണം വരുത്തി തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പക്ഷേ ഷാഫി മദ്ഹബ് അനുസരിച്ച് ജുമുഅ സഹിയാവണമെങ്കിൽ ആ പ്രദേശത്തുകാരായ സ്ഥിരതാമസക്കാരായ ആളുകൾ ഉണ്ടായിരിക്കണം. അല്ലാതെ ജോലിക്കാര് മാത്രം വന്ന് താമസിക്കുകയും അവര് ജോലി മാറുന്നതിനനുസരിച്ച് മാറിപ്പോവുകയും ചെയ്യുന്ന ആളുകൾ മാത്രമാണെങ്കിൽ ജുമുഅ നിസ്കാരം സഹിയാവൂല, ളുഹറായിട്ട് നിസ്കരിക്കണം ഷാഫി മദ്ഹബിൽ. ഇനി ഹനഫി മദ്ഹബ് അനുസരിച്ചോ മറ്റോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ മദ്ഹബിനെ സംബന്ധിച്ച് മനസ്സിലാക്കി ആ മദ്ഹബ് തഖ്രീജ് ചെയ്തുകൊണ്ട് വേണം ജുമുഅ നിസ്കരിക്കാൻ. മറ്റ് നിസ്കാരങ്ങൾക്കൊന്നും കുഴപ്പമില്ല. ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ക്യാബിനെ ഉറപ്പിച്ച് വെച്ച് ഇനി രണ്ടാമത് അവിടുന്ന് ഇളക്കി എടുത്തു കൊണ്ടുപോകുന്നത് വരെ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന രീതിയിലാണെങ്കിൽ പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഅ്തികാഫിന്റെ കൂലി ലഭിക്കും. അതുപോലെ തന്നെ ഈ തഹിയ്യത്ത് നിസ്കരിക്കുന്ന കൂലി കിട്ടും. അതില്ല, ഏത് സമയത്തും ഇങ്ങനെ കൊണ്ടിറക്കാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ അങ്ങനത്തെ പള്ളിയായിട്ട് വഖഫ് ചെയ്യാൻ പറ്റൂല. അതൊരു സ്ഥലത്ത് വെച്ച് അവിടെ ഉറപ്പിച്ചിരിക്കണം. ഇതുപോലെ വെച്ചാൽ നമ്മൾ പറയല്ലേ, ആണി അടിച്ചുറപ്പിക്കുക അല്ലെങ്കിൽ പശ തേച്ചൊട്ടിക്കുക എന്നൊക്കെ പറയുന്നതിൽ ഒരു സ്ഥലത്ത് ഉറപ്പിച്ച് വെച്ച് നിർത്തിയതും ആവണം. അതിന്റെ പുറമെ പള്ളിയായി വഖഫ് ചെയ്തതും ആയിരിക്കണം. എന്നാൽ ഇഅ്തികാഫിന്റെ നിയ്യത്ത് ചെയ്ത കൂലി കിട്ടും, തഹിയ്യത്തിന്റെ നിസ്കാരത്തിന്റെ കൂലിയും കിട്ടും. അതില്ലെങ്കിൽ കേവലം ഒരു മുസല്ല എന്ന പരിഗണന മാത്രമേ വരൂ. മുസല്ല എന്ന് മാത്രം വന്നതുകൊണ്ട് ഇഅ്തികാഫിന്റെ നിയ്യത്ത് ചെയ്താൽ കൂലി കിട്ടൂല, തഹിയ്യത്തിന്റെ സുന്നത്തും ലഭ്യമല്ല. കൂട്ടത്തിൽ അവിടെ ഉറപ്പിച്ചു വെച്ചതാണെങ്കിൽ പോലും ജുമുഅ നിസ്കരിക്കണമെങ്കിൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഏത് പ്രദേശത്താണോ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത് എങ്കിൽ അവിടെ 10,000 ആളുകൾ ഉണ്ടായിട്ടും കാര്യമില്ല, അവിടത്തുകാരായ സ്ഥിരവാസികളായ ആളുകൾ ജുമുഅയ്ക്ക് എണ്ണപ്പെടുന്ന ആളുകൾ വേണം. എങ്കിലേ ജുമുഅ സഹിയാവുള്ളൂ. അതില്ലെങ്കിൽ 100 നിസ്കരിക്കേണ്ടി വരും. അല്ലെങ്കിൽ പരിസര പ്രദേശത്ത് എവിടെയെങ്കിലും നിയമപ്രകാരം ആ നാട്ടുകാര് നടത്തുന്ന ജുമുഅ ഉണ്ടെങ്കിൽ ആ ജുമുഅയിൽ പോയി പങ്കെടുക്കണം. അത് രണ്ടും അല്ലെങ്കിൽ പിന്നെ ഹനഫി മദ്ഹബ് അനുസരിച്ച് ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി പട്ടണം പോലെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന ജുമുഅ ഗവൺമെന്റ് അനുമതിയോടുകൂടിയാണെങ്കിൽ ജുമുഅ സഹിയാവും. അപ്പൊ ആ മദ്ഹബിനെ തഖ്ലീദ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ജുമുഅയിൽ പങ്കെടുക്കുകയും ചെയ്യാം. ഷാഫി മദ്ഹബുകാരനായിക്കൊണ്ട് അത്തരം ജുമുഅയിൽ അപ്പൊ ഇവിടെയൊക്കെ ഉണ്ട്. പല ലേബർ ക്യാമ്പുകളിലും ഒരു താൽക്കാലിക പള്ളി ഉണ്ടാവും, അവിടെ ആ ലേബർമാരുണ്ടാവും എന്നല്ലാതെ അവിടെ സ്ഥിരവാസികളായ നാട്ടുകാരും ഉണ്ടാവില്ല. ആളുകൾ നൂറുകണക്കിന് ആളുകൾ ഉണ്ടാവും. അവിടെ ജുമുഅയും ജമാഅത്തും ഒക്കെ നടക്കും. ജമാഅത്തിന് കുഴപ്പമില്ല, ജുമുഅ ഷാഫി മദ്ഹബിന്റെ വീക്ഷണത്തിൽ അത് സഹിയാവൂല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കേൾക്കുന്നുണ്ടായിരിക്കും വിചാരിക്കുന്നു. പരിശുദ്ധ റമദാൻ ശരീഫത്തല്ലേ പ്രത്യേകം ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. ആഖിബത്ത് നന്നാവാനും
പിന്നെ അമലുകളെല്ലാം സ്വീകാര്യമാകാനും വേണ്ടി ദുആ ചെയ്യണം. ഉസ്താദ് ഒരു ചോദ്യം, പിന്നെ ഞാനൊരാളിൽ നിന്ന് ഒരു 1,00,000 ഇന്ത്യൻ രൂപ കടം മേടിച്ചിരുന്നു. അത് മേടിക്കുന്ന സമയത്ത് 9,200 ദിർഹമാണ് അതിന് വന്ന ചാർജ്. ഇപ്പൊ അത് തിരിച്ചു കൊടുക്കേണ്ട സമയമായപ്പോൾ 6,200 രൂപ അതിന് വേണ്ടി വരുന്നുള്ളൂ. അപ്പൊ ഞാൻ എങ്ങനെയാണ് തിരിച്ചു കൊടുക്കേണ്ടത്? ഈ 9,200 ദിർഹം തിരിച്ചു കൊടുക്കണോ, അല്ലെ 6,200 തിരിച്ചു കൊടുത്താൽ മതിയാവോ എന്നൊരു വ്യക്തമായൊരു മറുപടി കിട്ടി വളരെ ഉപകാരപ്രദമായിരുന്നു. അസ്സലാമു അലൈക്കും. ശബ്ദം വ്യക്തമല്ല, അതിന്റെ ഇടയ്ക്ക് ഒരു ബൂ എന്നുള്ള ഒരു മുഴക്കത്തിന്റെ ശബ്ദമല്ലാതെ. ഏതായാലും ചോദ്യം, 1,00,000 ഇന്ത്യൻ രൂപ കടം വാങ്ങിയിരുന്നു. ഇപ്പോൾ ആ 1,00,000 തിരിച്ചു കൊടുക്കണം. പക്ഷേ കടം വാങ്ങിയ സമയത്ത് 1,00,000 രൂപക്ക് 9,200 ദിർഹം വിലയുണ്ടായിരുന്നു. ഇന്ന് 6,200 ദിർഹമേ 1,00,000 വേണ്ടു. അപ്പോ എങ്ങനെ കൊടുക്കേണ്ടത്? നിങ്ങൾ വാങ്ങിയത് എന്താണോ, 1,00,000 രൂപയാണ് കടം വാങ്ങിയത് എങ്കിൽ ആ 1,00,000 രൂപ കൊടുക്കാനേ നിങ്ങൾ ബാധ്യസ്ഥനാവൂ. അതല്ല, നിങ്ങൾ 9,200 ആണ് അന്ന് വാങ്ങിയിരുന്നെങ്കിൽ ആ സംഖ്യ 9,200 തന്നെ ഇപ്പോൾ കൊടുക്കണം. മൂല്യത്തിലെ ഏറ്റക്കുറച്ചിലനുസരിച്ച് സംഖ്യ ഏറ്റിക്കുറച്ച് കൊടുക്കാൻ ബാധ്യതയില്ല. വാങ്ങിയതെന്താ? ഇന്ത്യൻ രൂപയാണോ വാങ്ങിയ 1,00,000? എന്നാൽ ആ 1,00,000 ഇന്ത്യൻ രൂപ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അല്ല, ദിർഹമാണോ വാങ്ങിയത് 9,200 എങ്കിൽ ആ 9,200 ദിർഹം തന്നെ കൊടുക്കണം. അതെങ്ങനെയാണ്? എന്താ നിങ്ങൾ വാങ്ങിയത്? കാശ ഇന്ത്യൻ രൂപയായിട്ടാണോ എങ്കിൽ അതുകൊണ്ട് കൊടുക്കുക, ആ സംഖ്യ കൊടുക്കുക. അതല്ല, 1,00,000 രൂപക്ക് തുല്യമായ 9,200 ദിർഹം അന്ന് വാങ്ങിയിരുന്നു, എന്നാൽ ഇപ്പൊ അതിനെന്ത് വില, ഇന്ത്യൻ രൂപ എത്ര കിട്ടും എന്നല്ല നോക്കുക, ഇന്ന് ആ സംഖ്യ കൊടുക്കണം. അപ്പൊ നിങ്ങൾ വാങ്ങിയത് ഏതാന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഈ തറാവിഹ് നിസ്കാരത്തിന്റെ സമയം, ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ജമാഅത്ത് നടക്കാണ് തറാവിഹിന്റെ. ഇശാ നിസ്കരിച്ചിട്ടില്ല. ഇശാ നിസ്കരിക്കാതെ തറാവിഹിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഇനി പറ്റുന്നില്ലെങ്കിൽ ഇശാ നമസ്കരിച്ചു, അതിന്റെ റവാത്തിബ് നിസ്കരിച്ചിട്ടില്ല എങ്കിൽ റവാത്തിബും കൂടി നിസ്കരിച്ചിട്ട് മാത്രമേ ഈ തറാവിഹിന്റെ സമയം ആവുകയുള്ളൂ എന്ന് പറഞ്ഞുന്ന ഉപകാരമാണ്. മറ്റൊരു സംശയം കൂടിയുണ്ട് ഉസ്താദിന്, ഞാൻ ഉടനെ എടുത്തോളാം. അസ്സലാമു അലൈക്കും. ഇശാ നിസ്കരിച്ചതിന് ശേഷമേ തറാവീഹ് നിസ്കാരം സഹിയാവുകയുള്ളൂ. എന്നാൽ ഇശാന്റെ ശേഷമുള്ള സുന്നത്ത് കഴിഞ്ഞതിന് ശേഷമേ തറാവീഹ് നിസ്കരിച്ചുകൂടൂ എന്നില്ല. ആദ്യം സുന്നത്ത് നിസ്കരിച്ചിട്ട് പിന്നെ തറാവീഹ് നിസ്കരിക്കുകയും ചെയ്യാം, തറാവീഹ് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്യാം. ഏതായാലും ഇശാന്റെ ശേഷമുള്ള റവാത്തിബ് സുന്നത്താണ് തറാവീഹിനെക്കാട്ടിലും ശ്രേഷ്ഠത കൂടുതലുള്ളത്. അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. പക്ഷേ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം. ഒരു പക്ഷേ തറാവീഹ് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഇശാന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാം, അതല്ലെങ്കിൽ ഇശാന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചിട്ട് തറാവീഹ് നിസ്കരിക്കാം. രണ്ടും ചെയ്യാം. പക്ഷേ തറാവീഹിനെക്കാട്ടിലും ശ്രേഷ്ഠതയും ഫളീലത്തും ഇശാന്റെ ശേഷമുള്ള റവാത്തിബ് സുന്നത്തിനാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. പക്ഷേ ഇശാ നിസ്കരിക്കാതെ തറാവീഹ് നിസ്കാരം സഹീഹല്ല. ഇശാന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാതെ തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ അതിന് സഹിയാകുന്നതിന് കുഴപ്പമൊന്നുമില്ല, സഹിയാവും. പിന്നെ ഇവിടെ ഇമാമ് ഇപ്പോൾ ഷാഫി ഇമാമ് തന്നെയാണ് വിത്റിൽ ഖുനൂത്ത് ഓതുന്നു. ഇപ്പോൾ സമയമായിട്ടില്ല, നമ്മളെ മദ്ഹബ് പ്രകാരം 15 കഴിയണമല്ലോ. എങ്കിൽ നമുക്ക് തുടരാൻ പറ്റുമോ? കാരണം ഖസീറായ ഫർള് നീട്ടുന്നത് കൊണ്ട് നമുക്കതിൽ മാറി നിൽക്കുകയാണോ വേണ്ടത്, അതല്ല ഇമാമിനോട് മുവാഫക്കായി ഓതുകയാണോ വേണ്ടത്?
ഒന്നുകൂടി പറഞ്ഞാൽ ഉപകാരമായിരിക്കും ഉസ്താദെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അദ്ദേഹം ഒരു പക്ഷേ പ്രകൃതി ശാഫിയാണെങ്കിൽ അയാളെ ഹംബലിയത്ത് തഖ്ലീദ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടാവില്ല. ആള് ഷാഫി മദ്ഹബുകാരൻ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു ഷാഫി മദ്ഹബുകാരനായ മുസ്ലിയാർ തന്നെയാണ് ഇമാമ് എന്ന് വെച്ച് അദ്ദേഹം ഈ വിഷയത്തിൽ ഹംബലി മദ്ഹബിനെ തഖ്ലീദ് ചെയ്തിട്ടില്ല എന്നെന്താ അപ്പൊ നമുക്ക് തെളിവ്? ഹംബലി മദ്ഹബ് അനുസരിച്ച് എന്നും വിത്റിൽ ഖുനൂത്ത് സുന്നത്തുണ്ട്. ഹനഫി മദ്ഹബ് അനുസരിച്ചും എന്നും വിത്റിൽ ഖുനൂത്ത് സുന്നത്തുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം ഹംബലി മദ്ഹബിനെ തഖ്ലീദ് ചെയ്തുകൊണ്ടായിരിക്കാം 1 മുതൽ ഖുനൂത്ത് ഓതുന്നത്. അയാൾക്ക് കൊണ്ട് കുഴപ്പമില്ല. ഞമ്മക്കങ്ങനെ സുന്നത്തില്ല. അമിതമായി എന്ന് പറഞ്ഞാൽ ഇത്തിദാലിൽ സാധാരണ റാത്തിബായ ദിക്റുകൾക്ക് പുറമെ ഒരു ഫാത്തിഹ ഓതി പൂർത്തിയാക്കാൻ ആവശ്യമായ ഖദറിനേക്കാൾ കൂടുതൽ നീട്ടൽ വരുമ്പോൾ നിസ്കാരം ബാത്തിലാവും എന്നാണ് നമ്മളെ ഷാഫി മദ്ഹബിന്റെ വീക്ഷണം. അതായത് കസീറായ ഫർദിനെ ദീർഘിപ്പിച്ചു എന്ന് പറയുന്ന കുഴപ്പം വരും. അങ്ങനെ നീണ്ട ഖുനൂത്ത് ഓതുകയാണെങ്കിൽ ഷാഫി മദ്ഹബുകാർ രണ്ടാലൊരു മാർഗം സ്വീകരിക്കണം. ഒരുപക്ഷെ ഹംബലി മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുക, അതല്ലെങ്കിൽ ആ ഖുനൂത്തിൽ ഇമാമിനെ വിട്ടുപിരിഞ്ഞ് നമ്മൾ സ്വന്തം നിസ്കരിക്കുക, അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവും. അതായത് റാത്തിബായ ദിക്ർ ഉണ്ടല്ലോ ഇത്തിദാലിൽ, ആ ദിക്റിന് ശേഷം ഒരു ഫാത്തിഹ ഓതി പൂർത്തിയാക്കാൻ ആവശ്യമാവുന്ന ഖദർ നീളുമ്പോഴാണ് നീട്ടുക എന്ന് പറയുന്ന അവസ്ഥ വരിക. അങ്ങനെ നീണ്ടാൽ നിസ്കാരം ബാത്തിലാവും. അപ്പൊ അത്ര നീട്ടുന്നുണ്ട് എന്ന് കാണുന്നുണ്ടെങ്കിൽ 2 മാർഗം. ഒന്നിരിക്കൽ ഇമാമിനെ മുഫാറഖത്ത് ചെയ്ത് ഒറ്റക്ക് നിസ്കരിച്ച് പൂർത്തിയാക്കുക, അതല്ലെങ്കിൽ ഹംബലി മദ്ഹബിനെ തഖ്ലീദ് ചെയ്തുകൊണ്ട് ആ രീതിയിൽ നിസ്കരിക്കാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ നിസ്കരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഞാൻ ഒരു പള്ളിയിലെ മുഅദ്ദിനാണ്. അപ്പോ ഉസ്താദ് ഇപ്പൊ പല പള്ളിക്കൊന്നും ഈ മഗ്രിബ് ബാങ്കും അല്ലാത്ത ഇപ്പൊ ളുഹർ ഏത് ബാങ്കായാലും പല ചെറിയ ചെറിയ സമയ വ്യത്യാസത്തിലാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ബാങ്ക് കൊടുക്കുന്നത് ഇവിടെ 3-4 കലണ്ടർ ഉണ്ട്. ഒന്ന് ജമിയത്തുൽ മുഅല്ലിമീന്റെ മറ്റേ സമസ്തന്റെ, പിന്നെ ഒന്ന് നമ്മളെ മർക്കസിന്റെ ഒരു കലണ്ടർ ഉണ്ട്, പിന്നെ ഇപ്പൊ ചന്ദ്രികന്റെ കലണ്ടർ ഉണ്ട്. അപ്പോ ഏത് പല ഇപ്പൊ കലണ്ടറിലെ വ്യത്യാസം പല ബാങ്കിന്റെ ടൈം വ്യത്യാസപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഉസ്താദെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു കലണ്ടറിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു 2 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ ഇപ്പൊ ആളുകൾ നോമ്പ് തുറന്നാല് ആ നോമ്പ് ഫസാദാക്കിന്റെ കുറ്റം നമുക്ക് നമ്മളിപ്പോ ബാങ്ക് കൊടുത്ത കാരണത്താലാണല്ലോ. അപ്പൊ ആ ടൈമിനല്ലായിരുന്നു ആ ബാങ്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കുറ്റം കിട്ടുമെന്നാണ് ചോദ്യം ഉസ്താദെ. പിന്നെ ഇത് കറക്റ്റ് ടൈം അറിയാൻ വല്ല മാർഗമുണ്ടോ? ഞാൻ മൈക്കോടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കറക്റ്റ് ടൈം അറിയാൻ മാർഗമുണ്ട്, പക്ഷെ അതിന് ഗോളശാസ്ത്രം പഠിക്കണം. ഗോളശാസ്ത്രം പഠിച്ചാൽ കൃത്യമായി സമയം കണ്ടെത്താൻ കഴിയും. അത് പഠിക്കാത്തവർക്ക് അത് തഖ്ലീദ് ചെയ്യാൻ എന്നേ പറ്റുള്ളൂ. നെല്ലിക്കുത്ത് ഉസ്താദ്, UK കോയ തങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഉസ്താദന്മാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. വളരെ കൃത്യമായി ഗോളശാസ്ത്രത്തെ സംബന്ധിച്ച് അറിയുന്നവർ, അവർക്ക് കൃത്യമായി സമയങ്ങൾ നിർണയിച്ച് പറയാനും കഴിയും. അല്ലാത്തവര് സൂക്ഷ്മത പാലിക്കലിന്റെ നമ്മളെപ്പോഴും അത്യാവശ്യമാണ്. എപ്പോഴും 1 മിനിറ്റ് പിന്തിയത് കൊണ്ട് കുഴപ്പമൊന്നും വരൂല. 1 മിനിറ്റ് മുന്തിയാൽ ചിലപ്പോൾ ജനങ്ങൾ അത് കേട്ട് നോമ്പ് തുറന്നാൽ ആ നോമ്പിന്റെ ഉത്തരവാദിത്വം മാത്രമല്ല, ചില ആളുകൾ ബാങ്ക് കൊടുത്താണ് നിസ്കരിക്കാൻ കാത്തിക്കുന്നവരുണ്ടാവും. തിരക്ക് വല്ല അത്യാവശ്യമൊക്കെ ഉള്ളവരെ നിസ്കാരത്തിന് ഒക്കെ ഒന്നൊക്കെ എടുത്ത് ഒരുങ്ങി ഇങ്ങനെ നമ്മളെ ബാങ്ക് കേൾക്കാൻ തുടങ്ങുമ്പോൾ നിസ്കരിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മള് ഒരുപക്ഷെ അബദ്ധത്തിൽ 1-2 മിനിറ്റ് മുമ്പാണ് നമ്മൾ ബാങ്ക് കൊടുത്തതെങ്കിൽ ഇങ്ങനെയുള്ള നിസ്കാരക്കാരുടെ നിസ്കാരവും സഹിയാകാതെ വരും. നോമ്പിനാണെങ്കിൽ നോമ്പ് പറഞ്ഞ് മാറാൻ ഇടവരും. അപ്പൊ അത് നമ്മൾ വളരെ സൂക്ഷിച്ച് ഉത്തരവാദിത്വമുള്ള വളരെ അമാനത്തുള്ള ഒരു കാര്യമാണ് ഈ പള്ളിയിലെ അദാന് എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിക്കുക. കൂടുതൽ നമുക്ക് സ്വന്തം ഇരുത്തിയാതെ ചെയ്യാൻ ഗോളശാസ്ത്രമൊന്നും നമുക്ക് അറിയില്ലെങ്കിലും
പലതും ഉള്ള കലണ്ടറുകളിന്റെ കൂട്ടത്തിൽ കൂടുതൽ സൂക്ഷ്മത അയച്ച് 1 മിനിറ്റെങ്കിലും കൂടുതൽ ടൈം എടുക്കുന്നത് ഏതാണോ അത് നോക്കി സൂക്ഷ്മത പാലിച്ച് നമ്മളെ വാങ്ങുകൊണ്ട് ഒരാളുടെ നിസ്കാരം അതുപോലെ തന്നെ ഒരാളുടെ നോമ്പ് നഷ്ടപ്പെടാൻ ഇടവരരുത് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മൾ കൂടി അള്ളാഹിന്റെ അടുക്കൽ മറുപടി പറയാൻ ഇടവരും. അള്ളാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് 3 മണിക്ക് നിർത്താൻ പറഞ്ഞതിന് ഇപ്പൊ 3:05 തൽക്കാലം ഇന്ന് നിർത്തുകയാണ്. ഇൻഷാ അള്ളാഹ് ഇനി ചിലപ്പോ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ വ്യാഴാഴ്ച കാണാൻ പറ്റിയാൽ വ്യാഴാഴ്ച കാണാം, ഇല്ലെങ്കിൽ പിന്നെ ശനിയാഴ്ച. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. യാത്രയൊക്കെ റാഹത്തിലാകാൻ പണികളൊക്കെ ദുആ ചെയ്യണം. ഇൻഷാ അള്ളാഹ് ദുആ ചെയ്യുന്ന കൂട്ടത്തില് STVയിലുള്ള എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ സാധു ദുആ ചെയ്യും. നിങ്ങളൊക്കെ കബൂലാകാൻ വേണ്ടിയിട്ട് നിങ്ങളും ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനുൽ ശരീഫിനെ അർഹമായ രീതിയിൽ സ്വീകരിച്ച് ധാരാളം ഇബാദത്തുകളെ കൊണ്ട് രാപ്പകലുകൾ സജീവമാക്കി അള്ളാഹുവിന്റെ പൊരുത്തം നേടി ഇഹപര വിജയം നേടാനുള്ള സൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷമിക്കുകയും രോഗത്തിലും കഷ്ടപ്പാടിലും ഉള്ള എല്ലാ ആളുകൾക്കും അല്ലാഹു തആല ആഫിയത്തും ശിഫയും എളുപ്പമാക്കുമാറാകട്ടെ. കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അല്ലാഹു തആല ദൂരീകരിക്കുമാറാകട്ടെ. ഇത് നമ്മുടെ അവസാനത്തെ റമദാനാക്കാതെ ഒരുപാട് കാലം റമദാനിനെ സ്വീകരിക്കാനും ഇബാദത്ത് ചെയ്യാനും അല്ലാഹു തമ്പുരാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവസാനം ആഖിബത്ത് നന്നായി ഈമാൻ സലാമത്തായി പരലോകം വിജയിച്ച് സ്വർഗലോകത്ത് അംബിയാ ഔലിയാ സ്വാലിഹീങ്ങളോടുകൂടി ഒരുമിച്ചുകൂടി റബ്ബിന്റെ ലിഖാ കാണാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹജനങ്ങൾ എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ